സമയമാണ്. എല്ലാവരും പറഞ്ഞതിൽ തന്നെ ആയിരിക്കാം. Hi everyone, I am Dr. Agil, consultant physiotherapist in First Care Polyclinic കണ്ണമൂല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ നാട് COVID-19 എന്ന മഹാമാരിയുടെ സെക്കൻഡ് ഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വീട്ടിലായിരുന്നാലും കോവിഡിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ലങ് കപ്പാസിറ്റീസിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരിക്കലും നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലേക്ക് പോവാതെ വീട്ടിലിരിക്കുന്ന സാഹചര്യങ്ങളിൽ തന്നെ നമ്മൾ കുറച്ചൊന്ന് ആക്റ്റീവ് ആവുക, നമ്മൾ കുറച്ച് എയറോബിക്കലി ഫിറ്റ് ആവുക, കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ് ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതിനെ കുറച്ചൊരു ബോധവൽക്കരണത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആദ്യമേ തന്നെ നമ്മൾ കൊറോണ വൈറസിനെ അല്ലെങ്കിൽ COVID-19 എന്നുള്ളൊരു മഹാമാരിയെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്നു. അതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. അത് കോസ് ചെയ്യുന്ന പോസിറ്റീവ് അഗെയിൻസ് എന്ന് പറയുന്നത് COVID-19 എന്നുള്ള വൈറസാണ്. അതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രകാരം നമുക്കുള്ള കുറച്ച് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട്. അതായത് നമ്മുടെ തൊണ്ടവേദന, പിന്നെ പനി, ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട്, ചുമ, ശ്വാസതടസ്സം, ഇന്ന കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ മെയിൻ കാർഡിനൽ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. നമുക്കതിനെ പ്രതിരോധിക്കാനുള്ള എക്സസൈസസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫിസിയോതെറാപ്പിക്കലി ഒരുപാടുണ്ട്. അതായത് പൊസിഷനിങ് ഉണ്ട്, നമ്മുടെ ബ്രീത്തിങ് എക്സസൈസസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എയറോബിക് എക്സസൈസസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഡയറ്റ് പ്ലാനിങ്, റിലാക്സേഷൻ ടെക്നിക്സ്, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ സംസാരിച്ച് വന്നതുപോലെ തന്നെ ആവി പിടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതായത് ഹ്യൂമിഡിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഹോട്ട് സ്റ്റീം നമ്മൾ കൊള്ളുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ നമ്മുടെ ബ്രീത്തിങ് എക്സസൈസ്, നമ്മുടെ പൊസിഷനിങ് കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കേണ്ട നമ്മുടെ ലെൻസിൻ്റെ ഒരു ഘടന അല്ലെങ്കിൽ നമ്മുടെ നോർമൽ അനാറ്റമി, നമ്മുടെ നാസോ ഫാരിങ്സ് തൊട്ട് തുടങ്ങി നമ്മുടെ വിൻ പൈപ്പ്, ട്രക്കിയ കരിന എന്നുള്ള റീജിയനിൽ വെച്ച് ബൈഫർക്കേറ്റ് ചെയ്ത് രണ്ടായിട്ട് നമ്മുടെ ലെൻസിലേക്കുള്ള ട്രക്കിയ ബ്രോങ്കിയൽ ട്രീ ആയിട്ട് മാറുന്നു. അപ്പോൾ ആ ഒരു അനാറ്റമി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ റൈറ്റ് ലെൻസിൽ എന്ന് പറയുന്നത് 3 ലോബ്സ് ഉണ്ട്, അപ്പർ ലോബ്, മിഡിൽ ലോബ്, ലോവർ ലോബ്. ലെഫ്റ്റ് ലെൻസിലേക്ക് വരുമ്പോൾ 2 ലോബ്സ് നമുക്കുള്ളൂ, അപ്പർ ലോബ്, ലോവർ ലോബും. മിഡിൽ ലോബ് അവിടെ ആബ്സെൻ്റ് ആണ്. എൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ലെൻസിലാണ് നമ്മുടെ ഹാർട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാർഡിയാക് നോച്ചിനകത്താണ് ഹാർട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടു പൊസിഷൻ ദി ഹാർട്ട് ഇൻ ദ കാർഡിയാക് നോച്ച് ദർ ഇസ് ആബ്സെൻസ് ഓഫ് മിഡിൽ ലോബ്. അതുകൊണ്ടാണ് മിഡിൽ ലോബിൻ്റെ ആബ്സെൻസ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ എന്തുകൊണ്ടാണ് നമ്മൾ ആവി പിടിക്കുന്ന ഒരിക്കലും കൊറോണയെ കൊല്ലാനല്ല നമ്മൾ ആവി പിടിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ നമ്മുടെ എയർവേയിൽ ഒരു മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹ്യൂമിഡിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആവി പിടിക്കുന്നത്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, നമ്മൾ നോർമൽ ഡ്രൈ ആണെങ്കിൽ ഒരു പാർട്ടിക്കിളിന് ഈസി ആയിട്ട് നമ്മുടെ എയർവേയിൽ കയറാനായിട്ട് സാധിക്കും. എന്നാൽ മോയ്സ്ചർ ആണെങ്കിലോ ആ മോയ്സ്റ്റിൽ എന്താണ് ഈ കയറുന്ന ഫോറിൻ ബോഡി അറ്റാച്ച് ചെയ്തിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മുടെ മൂക്കിനകത്തൊക്കെ സ്മോൾ സീലിയ പോലുള്ള ഹെയർസ് ഉണ്ട്, കൊച്ചു ഹെയർസ് ഉണ്ട്. ഈ ഹെയർസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ബിക്കോസ് പുറത്തുനിന്നൊരു ഫോറിൻ ബോഡി അകത്തേക്ക് കയറാതെ ഈ മുടിയിഴകൾ അതിനെ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കും. അപ്പോൾ മോയ്സ്ചർ കണ്ടന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ മൂക്കിനകത്തുള്ള ഹെയർസ് ഓൾസോ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ആവി പിടിക്കുന്നതിനെ പറ്റിയുള്ള ഇമ്പോർട്ടൻസ്. അപ്പോൾ ആവി പിടിക്കുന്ന ഇമ്പോർട്ടൻസ്. അതുപോലെ സെക്കൻഡ് നമ്മൾ പറഞ്ഞത് പൊസിഷനിങ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ് ഒരുപാട് സ്റ്റഡീസ് പറയുന്നു പ്രോൺ ലൈങ് പൊസിഷൻ ഈസ് മച്ച് ഇഫക്റ്റീവ് ഫോർ ഗെറ്റ് മച്ച് മോർ വെന്റിലേഷൻ. അപ്പോൾ കൂടുതൽ വെന്റിലേഷൻ നമുക്ക് കിട്ടാനായിട്ട് പ്രോൺ ലൈങ് പൊസിഷൻ വളരെ ഇഫക്റ്റീവാണെന്ന് പറയുന്നത്. ഈ പ്രോൺ ലൈങ് പൊസിഷനിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ നിവർന്ന് കിടക്കുന്നതിനെക്കാട്ടിയോ ചെരിഞ്ഞ് കിടക്കുന്നതിനെക്കാട്ടിയോ കൂടുതൽ എമൗണ്ട് ഓഫ് വെന്റിലേഷൻ ലെൻസിൽ വരികയും അതുപോലെ തന്നെ നമ്മുടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ SpO2 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ക്രമാതീതമായി നല്ല അളവിൽ കൂടുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു പൊസിഷനാണ് പ്രോൺ ലൈൻ പൊസിഷൻ. അതുപോലെ തന്നെ പ്രോൺ ലൈൻ പൊസിഷനിൽ കിടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സിറ്റിങ്ങിൽ തന്നെ നമ്മൾ ഫോർവേഡ് ലീൻ ലൈൻ, മുമ്പോട്ട് തന്നെ കസേരയിൽ ഇരുന്നുകൊണ്ട് മുമ്പോട്ട് ലീൻ ചെയ്ത് കിടക്കുക, അതും പ്രോൺ ലൈനിൻ്റെ അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടൊരു പൊസിഷനിങ് ആണ്. പിന്നെ തേർഡ് നല്ലൊരു എഫക്റ്റീവ് പൊസിഷൻ പറയുന്നത് സെമി ഫൗളോസ് പൊസിഷൻ മറ്റൊന്നുമില്ല, നമ്മുടെ കിടക്കയുടെ ഹെഡ് എൻഡ് നമ്മൾ പൊക്കി വെച്ചിട്ട് കിടക്കുന്നു, അതിൽ നമ്മുടെ റിലാക്സ്ഡ് പൊസിഷനിൽ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. ആ ഒരു മെത്തേഡാണ് സെമി ഫൗളോസ് പൊസിഷൻ. അപ്പോൾ പൊസിഷനിങ് അങ്ങനെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് സാധാരണക്കാരിലാണ്, നോർമൽ ആളുകൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഒരു സിവിയർ കേസായി മാറി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോവിഡ് അഫക്റ്റഡ് ആയ ആൾ അദ്ദേഹം ICUലാണ്, വെന്റിലേറ്ററിലാണ്, അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് പോയാൽ നമ്മൾ മറ്റ് പൊസിഷൻസിലേക്ക് പോകും. അതായത് പോസ്റ്ററൽ ഡ്രെയിനേജ് പൊസിഷൻസ്, അതിന് സ്പെസിഫിക് ആയിട്ടുള്ള പൊസിഷൻസ് ഉണ്ട്. ഞാൻ ആദ്യത്തെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ലെൻസിന് പല ലോബ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ലോബ്സിൽ പല സെഗ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ റൈറ്റ് ലെൻസിലാണെങ്കിൽ അപ്പർ ലോബിൽ അപ്പിക്കൽ ആൻറ്റിൽ പോസ്റ്റീരിയർ അങ്ങനത്തെ സെഗ്മെൻറ്റ്സ് ഉണ്ട്. മിഡിലാണ് വരുന്നതെങ്കിൽ മീഡിയൽ ലാറ്ററൽ സെഗ്മെൻറ്റ്സ് ഉണ്ട്. ലോവറിലേക്ക് വരുമ്പോൾ ആൻറ്റീരിയർ ബേസിൽ, പോസ്റ്റീരിയർ ബേസിൽ, മീഡിയൽ ബേസിൽ, ലാറ്ററൽ ബേസിൽ, അങ്ങനെ ഓരോ സെഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഏത് സെഗ്മെൻറ്റിലാണോ അത്ലറ്റ് ആക്സസ് അല്ലെങ്കിൽ ചുരുങ്ങൽ സംഭവിച്ചിട്ടുള്ളത്, ഏത് സെഗ്മെൻറ്റിലാണോ കൂടുതൽ സെക്രീഷൻസ് ഉള്ളത്, അപ്പോൾ അത് ഗ്രാവിറ്റി എഗെയിൻസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ഗ്രാവിറ്റി മിനിമൈസ്ഡ് പൊസിഷനിൽ ലൈ ചെയ്തുകൊണ്ട് നമ്മൾ സർട്ടൻ പോസ്റ്റൽ ഡ്രെയിനേജ് ടെക്നിക്സ് യൂസ് ചെയ്ത്
ആ കഫം ഇളക്കുന്ന ടെക്നിക്സ്, അത് മറ്റൊരു രീതി. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പിന്നീട് കുറച്ചുകൂടെ ഡീറ്റെയിലായിട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പോൾ ഡിസ്കസിങ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിങ് അത്രയേ ഉള്ളൂ. തേർഡ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രീത്തിങ് ടെക്നിക്സ് അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസസ് വരുന്നതാണ്. ഫസ്റ്റ് പറയാൻ പറ്റുന്നത് പേഴ്സ്ഡ് ലിപ്പ് ബ്രീത്തിങ് എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടുകൾ പേഴ്സ്ഡ് ലിപ്പ്, അതായത് ഒരു കാറ്റ് ഊതിക്കെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ സ്ട്രോ ഇട്ട് വെള്ളം കുടിക്കുന്ന രീതിയിൽ നമ്മുടെ ചുണ്ടുകൾ വയ്ക്കുന്നു. നോർമൽ ഇൻഹലേഷൻ ത്രൂ നോസ്, മൂക്കിലൂടെ സാധാ പോലെ ശ്വാസം എടുക്കുന്നു. ഞാൻ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മൂക്കിലൂടെ സാധാ പോലെ ശ്വാസം എടുക്കുന്നു, ശ്വാസം പുറത്തേക്ക് ഊതിവിടുന്നു. ഓക്കെ, വീണ്ടും മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു, ശ്വാസം വായിലൂടെ ഊതിവിടുന്നു. ഈ ഒരു ടെക്നിക്കാണ് പേഴ്സ്ഡ് ലിപ്പ് ബ്രീത്തിങ് ടെക്നിക്ക്. പേഴ്സ്ഡ് ലിപ്പ് ബ്രീത്തിങ്ങിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാ പോലെ ബ്രീത്ത് ചെയ്ത് പോലെ എന്തിനാണ് ഇങ്ങനെ ബ്രീത്ത് ചെയ്യുന്നത്, ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സ്മോൾ ഓറിഫൈസിൽ കൂടെ ഒരു എയർ ഫോഴ്സ്ഫുള്ളായിട്ട് ബ്രീത്ത് ചെയ്ത് പുറത്തേക്ക് വിടുകയാണ്. അതായത് നമ്മൾ സാധാരണ ഉള്ള സർഫസ് ഏരിയ കുറച്ച് ചുണ്ട് ഒരു പേഴ്സ്ഡ് ലിപ്പ് പൊസിഷനിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ കൊച്ചു ഓറിഫൈസിലൂടെ എയർ ഫോഴ്സ്ഫുള്ളായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഇതെന്ത് ചെയ്യും, നമ്മുടെ ലങ്സിലെ ആൽവിയോളൈസിൽ ഒരു പോസിറ്റീവ് പ്രഷർ ഇത് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി അവിടെ മോർ ആൻഡ് മോർ ഓഫ് ആൽവിയോളെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ മോർ ആൻഡ് മോർ ആൽവിയോളൈസിനെ റിക്രൂട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് എക്സസൈസ് ചെയ്യുന്നത്. ഇതിലൂടെ നമുക്ക് അത്ലറ്റാക്സ്, അതായത് ലങ്സിൻ്റെ ആൽവിയോളൈസിൻ്റെ ചുരുങ്ങലൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പേഴ്സ്ഡ് ലിപ്പ് ബ്രീത്തിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഗ്ലോസോഫാരിഞ്ചൽ ബ്രീത്തിങ് അല്ലെങ്കിൽ ഫ്രോഗ് ഗൾപ്പ് ബ്രീത്തിങ് എന്നും പറയും. അതായത് ഈ തവളകൾ ഈ ശ്വാസം ഉള്ളിലേക്ക് ഗൾപ്പ് ചെയ്തെടുക്കുന്ന പോലുള്ള രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ബ്രീത്തിങ് ആണ് ഗ്ലോസോഫാരിഞ്ചൽ ബ്രീത്തിങ്. ഇത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 3 to 4 ഗൾപ്സ് ഓഫ് എയർ നമ്മൾ എടുക്കുന്നു, നമ്മൾ ദെൻ സ്വാലോയിങ് എയർ, ഈ എയർ സ്വാലോ ചെയ്യുന്നത് ഒരു പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ് ടെക്നിക്കാണ് ഗ്ലോസോഫാരിഞ്ചൽ ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഞാൻ അതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. നമ്മൾ 3 to 4 ഗൾപ്സ് ഓഫ് എയർ എടുക്കുന്നു, എന്നിട്ട് നമ്മൾ എയർ സ്വാലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. 3 to 4 ഗൾപ്സ് ഓഫ് എയർ, നമ്മൾ എയർ വേഗം 3 to 4 ഗൾപ്പ് എടുക്കുന്നു, അതുപോലെ തന്നെ അത് സ്വാലോ ചെയ്യുന്നു. അതാണ് ഗ്ലോസോഫാരിഞ്ചൽ ബ്രീത്തിങ്, ഒരു പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ് ടെക്നിക്കാണ്. അതാണ് നമ്മുടെ സെക്കൻഡ് ബ്രീത്തിങ് ആയിട്ടുള്ള ഗ്ലോസോഫാരിഞ്ചൽ ബ്രീത്തിങ്. നമ്മുടെ തേർഡ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് വരുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ജനറൽ അനാട്ടമി അനുസരിച്ച് പുരുഷന്മാർ അബ്ഡോമിനോ തൊറാക്സിക് ബ്രീത്തിങ്ങും സ്ത്രീകളിൽ തൊറാക്കോ അബ്ഡോമിനൽ ടൈപ്പ് ഓഫ് ബ്രീത്തിങ്ങുമാണ്. അതായത് പുരുഷന്മാരിൽ അബ്ഡോമിനോ തൊറാക്സിക് എന്ന് പറയുമ്പോൾ പുരുഷന്മാർ ശ്വസന രീതി നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ ശ്വാസം എടുക്കുമ്പോൾ ആദ്യം അവരുടെ അബ്ഡോമനാണ് പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് വരുന്നത്, അതിനുശേഷം മാത്രമേ അവരുടെ തൊറാക്സിക് എക്സ്പാൻഷൻ നടക്കുകയുള്ളൂ. എന്നാൽ സ്ത്രീകളെ ശ്രദ്ധിച്ചാൽ നമുക്ക് തിരിച്ചാണ് കാണാൻ കഴിയുന്നത്. സ്ത്രീകൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ആദ്യം അവരുടെ റിബ്കേജ് അല്ലെങ്കിൽ ചെസ്റ്റ് എക്സ്പാൻഷൻ നടക്കുകയും പിന്നീടാണ് അവരുടെ അബ്ഡോമിനൽ എക്സ്പാൻഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ബേസിക് ജനറൽ അനാട്ടമി. ശരി, നമുക്ക് ഈ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്ങിലേക്ക് ഒന്നുകൂടി വരാം. സോ നോർമൽ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് പറയുമ്പോൾ ബ്രീത്തിങ് ത്രൂ നോസ്, നമ്മൾ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മുടെ വയറ് പുറത്തേക്ക് വരും. ബ്രീത്ത് ഔട്ട്, നമ്മൾ എക്സലേഷൻ ചെയ്യുന്ന സമയത്ത് വയറ് അകത്തേക്ക് വരും. സോ നമ്മളെ കൈകൾ നമ്മൾ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എക്സസൈസ് സമയത്ത് കൈകൾ വയറിലും നെഞ്ചിലുമായിട്ട് പ്ലേസ് ചെയ്യുക. സോ നമ്മൾ ടേക്ക് എ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമ്മുടെ വയറ് പുറത്തേക്കും കൈകളും പുറത്തേക്കും വരുന്നു. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ കൈ അകത്തേക്കും ഇൻവേർഡുമായിട്ട് പോകാനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ എടുത്ത എമൗണ്ട് ഓഫ് എയറിൻ്റെ ഡബിൾ ദി എമൗണ്ട് വേണം നമ്മൾ എക്സൈൽ ചെയ്യാനായിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു 3 സെക്കൻഡാണ് ഇൻഹലേഷൻ എടുത്തതെങ്കിൽ ഒരു 6 സെക്കൻഡ് ആയിട്ട് എക്സലേഷൻ, ഒരു 4 സെക്കൻഡ് ഡീപ്പ് ഇൻഹലേഷൻ എടുത്തെങ്കിൽ ഒരു 8 സെക്കൻഡ്സ് ആയിട്ട് എക്സലേഷൻ. അതാണ് നമ്മുടെ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എക്സസൈസിൻ്റെ സിഗ്നിഫിക്കൻസ്. ഇത് നല്ലൊരു ടൈപ്പ് ഓഫ് എക്സസൈസ് ആണ്. ലങ്സിലേക്കുള്ള വെന്റിലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എക്സസൈസ്. അതുപോലെ തന്നെ സെക്കൻഡ് പറയാനായിട്ടുള്ളത് സെഗ്മെന്റൽ ബ്രീത്തിങ് എക്സസൈസ്. സെഗ്മെന്റൽ എന്ന വാക്കിൽ തന്നെ ഉണ്ട് ഡിഫറെൻറ്റ് സെഗ്മെന്റ്സ് വെച്ചിട്ട്. സെഗ്മെന്റൽ ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ 3 ലെവലിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ സിഫീസ് ചാനൽ ലെവൽ, നിപ്പിൾ ലെവൽ, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ലെവൽ, ഈ 3 ലെവലിൽ നമുക്ക് സെഗ്മെന്റൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് നമുക്ക് സാധാരണ വീട്ടിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടവലാണ് അല്ലെങ്കിൽ ഒരു തോർത്തായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പൊസിഷൻ സിഫീസ് ചാനൽ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രസ്റ്റ് ബോൺ, അതായത് നമ്മുടെ ചെസ്റ്റ് ബോൺ നമ്മൾ പാൽപ്പേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ ബോൺ തീരുന്ന ഒരു പോർഷൻ ഇല്ലെങ്കിൽ താഴെ എത്തുന്ന സമയത്ത് നമ്മുടെ എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡ് ആൻഡ് തേർഡ് ബട്ടൺസ്, നമ്മുടെ ഷർട്ടിൻ്റെ സെക്കൻഡ് ആൻഡ് തേർഡ് ബട്ടൺസിൻ്റെ ഇൻ ബിറ്റ്വീൻ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ആ ബോൺ തീരുന്ന ഒരു പോർഷൻ, ഒരു ഫ്ലഷി പോർഷൻ ഉണ്ട്. അതാണ് നമ്മുടെ അതിന് ജസ്റ്റ് അപ്പോൾ ആ ഒരു ലാസ്റ്റ് ബോണി പ്രോമിനൻസ് ആണ് നമ്മുടെ സിഫീസ് ചാനൽ എന്ന് പറയുന്നത്. സിഫീസ് ചാനൽ ആ പോർഷനിൽ നമ്മൾ നമ്മുടെ ടവൽസ് ഇങ്ങനെ ഗ്രാബ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ ടവൽസ് എക്സ്പാൻഡ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രൊസീജിയറാണ് സിഫീസ് ചാനൽ ലെവലിൽ ലെവൽ ഓഫ് സെഗ്മെന്റൽ ബ്രീത്തിങ് എക്സസൈസ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നിപ്പിൾ ലെവലിൽ ഇതേ സെയിം ടവൽ പ്ലേസ്മെൻറ്റ് നമുക്ക് വയ്ക്കാം.
ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. ഇൻഹേൽ ചെയ്യുമ്പോൾ ടവൽ വികസിക്കുന്നു, എക്സേൽ ചെയ്യുമ്പോൾ ടവൽ അടുത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്സിലറി ലെവൽ അല്ലെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ഈ ഒരു ലെവൽ ആക്സിലറി ലെവലിൽ നമ്മൾ ടവൽ പ്ലേസ് ചെയ്യുന്നു. അതിൻ്റെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ ഇൻഹേൽ ചെയ്യുമ്പോൾ ടവൽ എക്സ്പാൻഡ് ആകും, എക്സേൽ ചെയ്യുമ്പോൾ ടവൽ റിലാക്സ് ആകും. ഇതേ സെയിം തന്നെ നമുക്ക് കുറച്ച് റെസിസ്റ്റൻസ് കൂട്ടി ചെയ്യാം. അതായത് ടവൽ നമ്മൾ കുറച്ചുകൂടെ ഞെക്കി പിടിച്ച് വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസ്പിറേറ്ററി ആൻഡ് എക്സ്പിറേറ്ററി മസിൽസിൻ്റെ സ്ട്രെങ്തനിങ് അവിടെ നടക്കും. അതുപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റിമുലൈ അല്ലേ അവിടെ ഉള്ളത്. അപ്പോൾ അത് കാരണം പ്രൊപ്രിയോസെപ്റ്റീവും ടാക്റ്റൈലുമായിട്ടുള്ള ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നത് വഴി നമ്മുടെ വെന്റിലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ അടുത്ത ടൈപ്പ് ഓഫ് ബ്രീത്തിങ് പാറ്റേൺ ആണ് ലാറ്ററൽ കോസ്റ്റൽ എക്സ്പാൻഷൻ ബ്രീത്തിങ്. അതായത് നമ്മുടെ ലാറ്ററൽ കോസ്റ്റൽ എക്സ്പാൻഷൻ ആ വാക്കിൽ തന്നെയുണ്ട്. ലാറ്ററൽ എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് സൈഡ് വശങ്ങളും, കോസ്റ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ റിബ്കേജ് അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റൽ കോൺട്രൽ ജംഗ്ഷൻ, ആ ഒരു റിബ്കേജിൻ്റെ ആ ഒരു റീജിയൻ, സൈഡ് റീജിയൻ, അതാണ് ലാറ്ററൽ കോസ്റ്റൽ എക്സ്പാൻഷൻ. അതൊന്നുമില്ല, നമ്മുടെ കൈകൾ നമ്മൾ രണ്ട് സൈഡിലേക്ക് പൊസിഷൻ ചെയ്ത് വയ്ക്കുന്നു. നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ കൈകൾ സൈഡിലേക്ക് വികസിക്കും, ലാറ്ററലായിട്ട് എക്സ്പാൻഷൻ ചെയ്യും. അപ്പോൾ നമ്മുടെ ലോവർ ലോബ്സ് കാരണം നമുക്ക് കൂടുതലായിട്ട് അറിയാം, നമ്മളൊരു കുപ്പിയിലേക്ക് വെള്ളം പകരുവാണെങ്കിൽ അതിൻ്റെ താഴ്വശമാണ് ആദ്യമേ തരുന്നത്, മുകൾവശമല്ല അല്ലേ. സോ എന്ന് പറയുന്ന പോലെ പക്ഷേ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നേരെ ഡിഫറൻ്റ് ആണ്. നമ്മൾ ബ്രീത്ത് എടുക്കുമ്പോൾ നമ്മൾ അപ്പർ ലോബ്സ് നിറഞ്ഞിട്ട് അപ്പർ ലോബ്സിലേക്ക് എയർ കയറിയിട്ട് മാത്രമേ നമ്മുടെ ലോവർ ലോബ്സിലേക്ക് ബ്രീത്ത് എത്തത്തുള്ളൂ, അല്ലെങ്കിൽ എയർ കൂടുതലായിട്ട് എത്തത്തുള്ളൂ. അപ്പോൾ സോ ലാറ്ററൽ കോസ്റ്റൽ എക്സ്പാൻഷൻ നമ്മൾ രണ്ട് ലാറ്ററൽ സൈഡിലായിട്ട് കൈ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എക്സ്പാൻഡ് ചെയ്യുന്നോ ഇല്ലേ എന്നുള്ള കാര്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ എടുക്കുന്ന എയർ അപ്പർ ലോബിൽ മാത്രം വന്നിട്ട് അല്ലെങ്കിൽ അപ്പർ സെഗ്മെൻറ്റ്സിൽ മാത്രം വന്നിട്ട് തിരിച്ച് എക്സ്പയർ ആയി പോവുകയാണോ, അതോ ഫുള്ള് ലെങ്സിൽ എയർ കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ലാറ്ററൽ എക്സ്പാൻഷൻ വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഈ ഒരു ബ്രീത്തിങ് പ്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് സൈഡിൽ, നമ്മുടെ വാരിയലിൻ്റെ നമുക്ക് റിബ്കേജിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ കൈകൾ പ്ലേസ് ചെയ്യുന്നു. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ കൈകൾ സൈഡിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ കൈകൾ ഇൻവേർഡ്സ് ആയിട്ട് വരുന്നു, അകത്തേക്ക് വരും. ഇതാണ് നമ്മുടെ ലാറ്ററൽ എക്സ്പാൻഷൻ ബ്രീത്തിങ് എക്സസൈസ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ എല്ലാ ബ്രീത്തിങ് എക്സസൈസിൻ്റെ കൂടെ ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു മാനുവർ ഉണ്ട്. അതിനാണ് നമ്മൾ സ്നിഫ് മാനുവർ എന്ന് പറയുന്നത്. സ്നിഫ് മാനുവർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഫുള്ള് ഇൻഹലേഷൻ എടുത്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഓക്കെ, മാക്സിമം ഇൻഹലേഷൻ നമുക്ക് എടുത്ത് കഴിഞ്ഞു. എന്നാലും നമുക്ക് ഇനിയും അല്പം കൂടെ ഒരു 2 to 3 സ്നിഫ്സ് ഓഫ് എയർ ഇനിയും എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ സ്നിഫ് മാനുവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ നോർമലായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുന്നു, എൻ്റെ മാക്സിമം ഇൻഹലേഷൻ എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് ഞാൻ 2 to 3 സ്നിഫ്സ് ഓഫ് ബ്രീത്ത് എക്സ്ട്രാ എടുത്ത് നിങ്ങളിപ്പോൾ കണ്ടു കാണും. ഇതിനെയാണ് നമ്മൾ സ്നിഫ് മാനുവർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മാക്സിമം ഇൻഹലേഷൻ നമ്മൾ എടുത്ത് കഴിഞ്ഞു, ഇനിയും ഫർദർ നമുക്ക് ഇൻഹേൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, 2 to 3 സ്നിഫ്സ് ഓഫ് എയർ ഞാൻ എക്സ്ട്രാ എടുക്കുകയാണ്, അതിനോടൊപ്പം ബ്രീത്തിങ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു നല്ലൊരു മാനുവർ തന്നെയാണ് സ്നിഫ് മാനുവർ. ഈ എന്തിനാണ് നമ്മൾ ഈ എക്സസൈസ് ഒക്കെയും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇംപ്രൂവ് കൊലാറ്ററൽ വെന്റിലേഷൻ. കൊലാറ്ററൽ വെന്റിലേഷനെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്താണ് കൊലാറ്ററൽ വെന്റിലേഷൻ? കൊലാറ്ററൽ വെന്റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റർ ആൽവിയോളർ കണക്ഷൻസ് ഉണ്ട്, ഇൻ്റർ ബ്രോങ്കിയൽ കണക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർ ഡിപ്പെൻഡൻസ്. അതായത് ഇപ്പോൾ രണ്ട് ആൽവിയോളാസ് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ, ബ്രോങ്കിയൽ ട്യൂബ്സ് ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്, രണ്ട് ആൽവിയോളർ തമ്മിലുള്ള ഒരു ഇൻ്റർ കണക്ഷൻ ഉണ്ട്. അപ്പോൾ എന്താണ്, ഒരു ആൽവിയോളർ എയർ വികസിച്ച് കഴിഞ്ഞിട്ട് അത് തിരിച്ചുടനെ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർ ഡിപ്പെൻഡൻസ് വഴി ഒരു ആൽവിയോളറിൽ നിന്നും അതുമായിട്ട് കണക്ട് ചെയ്യുന്ന മറ്റൊരു ആൽവിയോളയിലേക്ക് എയർ നിറയുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ മാക്സിമം ഇൻഹലേഷൻ എടുത്ത് സ്നിഫ് മാനുവലൊക്കെ ചെയ്ത് ഫുൾ ഇൻഹലേഷൻ എടുത്ത് അത് ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നതിലൂടെ നമുക്ക് എന്താ പറയുക, ഇൻ്റർ ബ്രോങ്കിയോളർ കണക്ഷൻസ് ഓഫ്, അതായത് ചാനൽ ഓഫ് മാർട്ടിൻ അല്ലെങ്കിൽ പോർസ് ഓഫ് കോൺസ്, ഇതുവഴിയൊക്കെ നമ്മുടെ ആ ഒരു കണക്ഷനിലൂടെ നമുക്ക് ബ്രീത്തിങ് പ്രോപ്പറായിട്ട് ഫുള്ള് അത്ലറ്റാക്സിസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ലങ്സിൻ്റെ ചുരുങ്ങൽ, അതായത് ആൽവിയോളാസിൻ്റെ ചുരുങ്ങൽ, അത്ലറ്റാക്സിസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇംപ്രൂവ് കൊലാറ്ററൽ വെന്റിലേഷൻ ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ACBT എന്നൊരു ടെക്നിക്കാണ്, ആക്റ്റീവ് സൈക്കിൾസ് ഓഫ് ബ്രീത്തിങ് ടെക്നിക്. ആക്റ്റീവ് സൈക്കിൾസ് ഓഫ് ബ്രീത്തിങ് ടെക്നിക്കകത്ത് വരുന്ന 3 സബ് ഡിവിഷൻസ് ഉണ്ട്. അതായത് ബ്രീത്തിങ് കൺട്രോൾ ഉണ്ട്, തൊറാക്സിക് എക്സ്പാൻഷൻ എക്സസൈസ് ഉണ്ട്, അതുപോലെ ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി ടെക്നിക്സ് ഉണ്ട്. ബ്രീത്തിങ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി ഉള്ളൊരു ബ്രീത്തിങ് റിതം ഉണ്ടല്ലോ, ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ഒരു റിതം ഉണ്ട്. അപ്പോൾ ആ ഒരു റിതം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഹെൽത്ത് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇപ്പോൾ 3 seconds ഇൻഹലേഷൻ ഉണ്ടെങ്കിൽ അത് ഡബിൾ ആയിരിക്കും എക്സലേഷൻസ്. പക്ഷേ ചിലർക്ക് അത് നേരെ തിരിച്ചായിരിക്കും, പെട്ടെന്നൊരു കിതപ്പ് പോലെ ഫാസ്റ്റായിട്ട് ബ്രീത്ത് എടുക്കുകയും വിടുകയൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ക്രമം ഒന്ന് കൊണ്ടുവരും. അതാണ് ബ്രീത്തിങ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് ഞാനൊന്ന് കാണിക്കാം. ബ്രീത്തിങ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി 3 seconds ഇൻഹലേഷൻ and 6 seconds exhalation. Okay, inhale 1, 2, 3 and exhale. അപ്പോൾ അങ്ങനെ നോർമലായിട്ടൊരു ബ്രീത്തിങ്ങിൻ്റെ ഒരു റിതം കൊണ്ടുവരിക, അതാണ് ഒരു ബ്രീത്തിങ് കൺട്രോൾ ഉണ്ട്.
ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് എക്സസൈസ് ആണ് തൊറാക്സിക്, അതായത് ACBTക്ക് ഉള്ളിൽ തന്നെ വരുന്ന തൊറാക്സിക് എക്സ്പാൻഷൻ എക്സസൈസ്. ആ വാക്കിൽ തന്നെ ഉണ്ട് നമ്മുടെ തൊറാക്സിക്, നമ്മുടെ നെഞ്ചും കൂടില്ലേ, നമ്മുടെ വായുവിൻ്റെ സൈഡ്. തൊറാക്സിൻ്റെ തൊറാക്സിക് എക്സ്പാൻഷൻ എക്സസൈസ് ആണ് തേർഡ്. തൊറാക്സിക് എക്സ്പാൻഷൻ എക്സസൈസിനകത്ത് വരുന്ന നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എക്സസൈസ്. നമ്മൾ തൊറാക്സിക് മൊബിലിറ്റി എക്സസൈസ്, അതുപോലെ തന്നെ നമ്മുടെ സൈഡ് വേർഡ് ലീൻസ്, ഫോർവേഡ് കൈ പൊക്കിക്കൊണ്ട് ശ്വാസം എടുക്കുന്നത്, കൈ അകത്തിക്കൊണ്ട് സൈഡിലേക്ക് ലീൻ ചെയ്ത് ശ്വാസം എടുക്കുന്നത്. അങ്ങനെ തൊറാക്സിയാണ് നമ്മൾ മാക്സിമം നമ്മുടെ തൊറാക്സിനെ എത്രത്തോളം എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ബ്രീത്ത് എടുക്കാൻ പറ്റും. ആ ടൈപ്പ് ഓഫ് എക്സസൈസ് ആണ് തൊറാക്സിക് എക്സ്പാൻഷൻ എക്സസൈസിനകത്ത് വരുന്നത്. ലാസ്റ്റ് കമ്മിങ് ടു ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി ടെക്നിക്. ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി ടെക്നിക് ACBTയുടെ ഒരു പാർട്ടാണ്. നമ്മൾ അതായത് മൊബിലൈസ് ചെയ്ത് കൊണ്ടുവന്ന സെക്രീഷൻസ്, നമ്മുടെ ഉള്ളിലുള്ള സെക്രീഷൻസ് നമ്മൾ ചുമച്ചും അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ആയിട്ട് ബ്രീത്ത് പുറത്തേക്ക് വിട്ടും ആ കഫത്തെ പുറത്തേക്ക് കളയുന്ന ഒരു ടെക്നിക്കാണ് ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി ടെക്നിക്ക്. അപ്പോൾ അതിൽ ഫസ്റ്റ് കഫ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കഫ് എന്ന് പറയുമ്പോൾ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ എഗെയിൻസ്റ്റ് ക്ലോസ്ഡ് ഗ്ലോട്ടിസ് അടച്ചു വെച്ചുകൊണ്ട് ഫോഴ്സ് ആയിട്ട് എക്സ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ് കഫിങ്. അപ്പോൾ അത് നമ്മൾ മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക. മാക്സിമം നമ്മൾ ബ്രീത്തിങ് ചെയ്യുക, ചുമയ്ക്കുക. എഗെയിൻ ഇൻഹേൽ, ചുമയ്ക്കുക. ഓക്കെ, അപ്പോൾ ഒരു കഫിങ് ടെക്നിക്കാണത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ടെക്നിക്സ് ആണ് ഹഫിങ്. ഹഫിങ് എന്ന് പറയുമ്പോൾ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ എഗെയിൻസ്റ്റ് ഓപ്പൺ ഗ്ലോട്ടിസ് ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് ഫോഴ്സ്ഡ് ആയിട്ടുള്ള എക്സ്പിറേഷൻ രീതിയാണ് ഹഫിങ്. അതായത് ഇൻഹേൽ, ഫോഴ്സ് ആയിട്ട് ബ്രീത്ത് ഊതിവിടുക. ഇൻഹേൽ, എക്സേൽ. ഇതാണ് ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി ടെക്നിക്ക്. അപ്പോൾ ഈ രണ്ട് ടെക്നിക്ക് ഇതോടുകൂടി നമ്മൾ ACBT ആക്റ്റീവ് സൈക്കിൾസ് ഓഫ് ബ്രീത്തിങ് ടെക്നിക്കിൻ്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുന്നതാണ് ACBT ടെക്നിക്സ്. പിന്നെ അപ്പോൾ ഇത് എല്ലാം കൂടെ കൊണ്ട് നമ്മുടെ ബ്രീത്തിങ് ടൈപ്പ് നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ബ്രീത്തിങ് എക്സസൈസിനും കാര്യങ്ങളൊക്കെ ഒരു ലാസ്റ്റിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളപ്പോൾ മുമ്പത്തെ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ് പൊസിഷനിങ്, ഡിസ്നിയ റിലീവിങ്, അതായത് ശ്വാസതടസ്സം നമുക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ പൊസിഷനിലൂടെ റിലീവ് ചെയ്യാൻ പറ്റുമെന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിലുള്ളൊരു പൊസിഷനാണ് ഇപ്പോൾ ഡെമോൺസ്ട്രേറ്റ് കാണിക്കാനായിട്ട് പോകുന്നത്. ഫോർവേഡ് ലീൻ സിറ്റിംഗ്. ഇദ്ദേഹം ഡോക്ടർ ജുബേർ, ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർവേഡ് ലീൻ സിറ്റിംഗ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ഒരു അപ്രൈറ്റ് പൊസിഷനിൽ ഒരു ചെയറിൽ സിറ്റ് പ്ലേസ്മെൻറ്റ് ചെയ്യുന്ന പേഷ്യൻറ്റിനെ, അതുപോലെ നമ്മൾ ഫ്രണ്ടിൽ പേഷ്യൻ്റെ ഹൈറ്റിന് അഡ്ജസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ 1-2 പില്ലോസ് പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് പേഷ്യൻ്റെ കൈകൾ നമ്മൾ അതിലേക്ക് വെക്കുന്നു, അതിലേക്ക് ലീൻ ചെയ്യുക, ലൈ ഡൗൺ ചെയ്യുക, നന്നായിട്ട് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്ത് വിടാം. ഓക്കെ, ഈ ഒരു പൊസിഷനിങ് ആണ് നമ്മുടെ ഡിസ്നിയ റിലീവിങ് ഫോർവേഡ് ലീൻ പൊസിഷൻസ്. ഇതേ സെയിം പൊസിഷൻ തന്നെ നമുക്ക് പോസ്റ്റൽ ഡ്രൈനേജ് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ അപ്പിക്കൽ സെഗ്മെൻറ്റ്സ്, നമ്മുടെ പോസ്റ്റൽ ഡ്രൈനേജിൽ നമ്മുടെ ലെൻസിൻ്റെ അറിയാമോ, ലെൻസിൻ്റെ അപ്പർ ലോബിൽ വരുന്ന അപ്പിക്കൽ സെഗ്മെൻറ്റ്സിനെ നമുക്ക് വേണമെങ്കിൽ പോസ്റ്റൽ ഡ്രൈനേജ് ടെക്നിക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ പോസ്റ്റൽ ഡ്രൈനേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2-3 നമ്മുടെ ഫിസിയോതെറാപ്പി ഇൻ്റർവെൻഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ പെർക്കഷൻ, വൈബ്രേഷൻ, ഷേക്കിംഗ് ടെക്നിക്സ്. പെർക്കഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈകൾ കൊണ്ട് റിതമിക് ആയിട്ടുള്ള ക്ലാപ്പിംഗ് പ്രൊസീജിയറാണ്. വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈകൾ ക്രോസ്ഡ് രീതിയിൽ വെച്ചിട്ട് നമ്മൾ മാനുവലായിട്ട് കൊടുക്കുന്ന ഒരു വൈബ്രേറ്ററി ടെക്നിക്സ് ആണ്. കൈ കൊണ്ട് തന്നെ മാനുവലായിട്ട് കൊടുക്കുന്ന വൈബ്രേഷനാണ്. ഷേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോബ്സ് എടുത്ത് ഷേക്ക് ചെയ്ത് വിടുന്നു. അങ്ങനെ ടൈപ്പ് ഓഫ് ടെക്നിക്സ് ആണ്. ഫസ്റ്റ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത് പെർക്കഷൻ ടെക്നിക്ക്. എങ്ങനെയാണ് നമ്മൾ പെർക്കഷൻ അല്ലെങ്കിൽ ക്ലാപ്പിംഗ് ടെക്നിക്ക് ഇഫക്റ്റീവായിട്ട് ചെയ്യുന്നത്. കൈകൾ കപ്പിട്ട് പൊസിഷനിലായിരിക്കണം. അതുപോലെ നമ്മൾ ഇതുപോലെയാണ് നമ്മൾ പെർക്കഷൻ ടെക്നിക്സ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നു അനേകം ട്രെയിൻഡ് പ്രൊഫഷൻസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അല്ലാത്ത ഉള്ള ആളുകൾ ഈ ഒരു പെർക്കഷൻ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി മോഡാലിറ്റീസ് ആയിട്ടുള്ള പെർക്കഷൻ ടെക്നിക്സ്, വൈബ്രേഷൻ, ഷേക്കിംഗ്, ഈ ടെക്നിക്സ് ഒക്കെ അറിയാത്ത രീതിയിൽ കൊടുക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അത് നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളൊരു ഡോക്ടറിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷനോട് കൂടി അല്ലെങ്കിൽ നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ മേൽനോട്ടത്തിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാവൂ. കാരണം അതിന് ഒരുപാട് നമ്മളിപ്പോൾ ഷേക്കിംഗ് ടെക്നിക്ക് ആയാലും അല്ലെങ്കിൽ വൈബ്രേറ്ററി ടെക്നിക്സ് ആയാലും നമ്മൾ ഇൻസ്പിറേറ്ററി ഫേസിൽ കൊടുക്കാൻ പാടില്ല, എക്സ്പിറേറ്ററി ഫേസിൽ മാത്രമേ കൊടുക്കാവൂ. സോ അങ്ങനെ ഇൻസ്പിറേറ്ററി ഫേസിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ആ ഒരു ട്രിഗർ അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യേഷനെ അവിടെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. സോ അത് ചെയ്യാൻ പാടില്ല. അതൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫിസിയോയ്ക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ ബി അവെയർ അബൌട്ട് ഇറ്റ്. ഇപ്പോൾ ഇദ്ദേഹം ലൈ ചെയ്യുന്ന പൊസിഷൻ്റെ വരുന്ന സുപ്പൈൻ ലൈങ് അല്ലെങ്കിൽ അഥവാ നമ്മൾ മലയാളത്തിൽ നിവർന്ന് കിടക്കുന്ന പൊസിഷൻസ് എന്ന് പറയും. ഈ നിവർന്ന് കിടക്കുന്ന പൊസിഷനിൽ നമ്മൾ കുറച്ചുകൂടി ബ്രീത്തിങ് നല്ല ഇഫക്റ്റീവായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് റിലാക്സ്ഡ് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സുപ്പൈൻ പൊസിഷനിൽ ഒരു പൊസിഷനിങ് ആണ്. നമ്മുടെ മുട്ടുകളുടെ അടിയിൽ, കാൽമുട്ടുകളുടെ അടിയിൽ നമ്മളൊരു പില്ലോ പ്ലേസ് ചെയ്ത് കൊടുക്കുക. കാൽമുട്ടുകളുടെ അടിയിൽ ഒരു പില്ലോ പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നോർമൽ ബ്രീത്തിങ് എക്സസൈസ് ഫോളോ ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ അബ്ഡോമിനൽ മസിൽസും ബാക്ക് മസിൽസും വലിയ സ്ട്രെയിൻ ഇല്ലാതെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നത് കാരണം വളരെ നല്ല രീതിയിൽ ബ്രീത്തിങ് എടുക്കാനായിട്ടും അതുപോലെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ലൈ ചെയ്യാനായിട്ടും അദ്ദേഹത്തെ അങ്ങനത്തെ ഒരു പൊസിഷനിങ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി അതേപോലെ തന്നെ സെയിം പൊസിഷനിങ് ആണ് സൈഡ് ലൈയിങ് പൊസിഷൻ. അതായത് സൈഡിലേക്ക് നമ്മൾ
ചെരിഞ്ഞ് കിടക്കുന്ന സൈഡ് ലൈൻ പൊസിഷൻ. ഈ സൈഡ് ലൈൻ പൊസിഷനിൽ നമ്മുടെ കിടക്കുന്ന സമയങ്ങളിൽ നമ്മുടെ കാലുകൾ താഴെ ബെഡിൽ പതിഞ്ഞിരിക്കുന്ന കാല് സ്ട്രൈറ്റും മറ്റേ കാല് നമ്മളൊരു കുറച്ച് ബെൻഡ് ചെയ്ത് നമ്മൾ ആ ബെൻഡ് ചെയ്ത കാലിനുള്ളിലേക്ക് ഒരു പില്ലോ പ്ലേസ്മെൻറ്റ് ചെയ്ത് പേഷ്യൻറ്റ് റിലാക്സ് ആയിട്ട് കിടക്കുക. ഇപ്പോൾ ഇതാണ് നമ്മുടെ ബോഡി സ്ട്രൈറ്റ് ആയി നട്ടെല്ലൊക്കെ നമ്മൾ സ്ട്രൈറ്റ് ആയിരിക്കുക. അപ്പോൾ ഇങ്ങനെ പൊസിഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരാളുടെ സൈഡ് ലൈൻ പോസ്റ്റ്, ആ സൈഡ് ലൈൻ പോസ്റ്റ് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് അയാൾക്ക് നന്നായിട്ട് നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യാനായിട്ട് നമുക്കതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തു കോവിഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കോവിഡ് ബാധിച്ചിട്ടുള്ള ICUലാണ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള പൊസിഷനിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ഫിസിയോതെറാപ്പി ഇൻ്റർവെൻഷൻസ് ആയിട്ടുള്ള ക്ലാപ്പിംഗ് അല്ലെങ്കിൽ പെർക്കഷൻ, വൈബ്രേഷൻ, ഷേക്കിംഗ് അതൊക്കെ നമുക്ക് ഈ പൊസിഷൻസിൽ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഇപ്പോൾ സൈഡ് ലൈൻ പൊസിഷനിൽ കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ലെങ്സ് ആണ് ഇപ്പോൾ മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ലെങ്സിന് ഒരുപാട് സെക്രേഷൻസ് ഉള്ള ആളാണെന്ന് കരുതുക. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ലെങ്സിന് സെക്രേഷൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഈ ഒരു സൈഡ് ലൈൻ പോസ്റ്റ് വളരെ എഫക്റ്റീവാണ്. കാരണം ഗ്രാവിറ്റി അസിസ്റ്റഡ് ആയിട്ട്, അതായത് പോസ്റ്റൽ ഡ്രെയിനേജ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ടെക്നിക് ഓഫ് ഡ്രെയിനിങ് അല്ലെങ്കിൽ മൊബിലൈസിംഗ് ദ സെക്രേഷൻ ഫ്രം ദ റീജിയൻ ഓഫ് പെരിഫറി ടു റീജിയൻ ഓഫ് ദി സെൻട്രൽ എയർവേ. അതായത് സെൻട്രൽ എയർവേസിലേക്ക് പെരിഫറിയിൽ നിന്നുള്ള സെക്രേഷൻസിനെ മൊബിലൈസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ പോസ്റ്റൽ ഡ്രെയിനേജ്. അപ്പോൾ അതിന് നമുക്ക് പൊസിഷനിങ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഈ ഒരു ലെഫ്റ്റ് ലെങ്സ് പൊങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സൈഡ് ലൈൻ പോസ്റ്റിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള സെക്രേഷൻസ് നമ്മുടെ സെൻട്രൽ എയർവേസ് ആയിട്ട് ട്രക്കിലേക്ക് എത്തിക്കാനായിട്ട് അനായാസം സാധിക്കും. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സാണ് നമ്മുടെ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് നമ്മുടെ പെർക്കഷൻ അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റൽ ഡ്രെയിനേജിൻ്റെ ഫസ്റ്റ് മെത്തേഡായിട്ടുള്ള പെർക്കഷൻ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പെർക്കഷൻ ടെക്നിക്സ്, അതുപോലെ തന്നെ നമ്മുടെ വൈബ്രേറ്റർ ടെക്നിക്സ്. പക്ഷേ വൈബ്രേറ്റർ ടെക്നിക്സ് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഫിസിയോസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ മേൽനോട്ടത്തിൽ മാത്രമേ ഇത് ചെയ്യാവൂ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അറിഞ്ഞാത്തവർ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അവയർനെസ് ഇല്ലാത്തവർ ഒരിക്കലും ചെയ്യരുത്. ശ്രദ്ധിക്കുക, പേഷ്യൻറ്റിൻ്റെ എക്സലേറ്ററി ഫേസിൽ മാത്രം നമ്മൾ ഈ വൈബ്രേറ്റർ ടെക്നിക്സ് യൂസ് ചെയ്യാം. പേഷ്യൻറ്റിനോട് നമ്മൾ ശ്വാസം എടുക്കാൻ പറയും. ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ, ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ, ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ, റിലാക്സ്. ഓക്കെ, എക്സലേറ്ററി ഫേസിൽ മാത്രം നമ്മൾ പേഷ്യൻസിനെ കൊണ്ട് വൈബ്രേഷൻ ആയാലും അതുപോലെ ഷേക്കിംഗ് ടെക്നിക്സ് ആയാലും എക്സലേറ്ററി ഫേസിൽ മാത്രം നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി വളരെ ഇഫക്റ്റീവായിട്ട് ഇപ്പോൾ ഒരുപാട് ആർട്ടിക്കിൾസിലേക്ക് റീസെൻ്റ് ആർട്ടിക്കിൾസിലേക്ക് വരുന്നൊരു പൊസിഷനിങ് ആണ് പ്രോൺ ലൈൻ പൊസിഷൻ. അതായത് കമിഴ്ന്ന് കിടക്കുന്ന പൊസിഷനിങ്. ഓക്കെ, സോ ഇതാണ് പ്രോൺ ലൈൻ പൊസിഷൻ. ഈ പ്രോൺ ലൈൻ പൊസിഷനിൽ മോർ ആൻഡ് മോർ എമൗണ്ട്, അതായത് നമ്മുടെ അബ്ഡോമൻസ് റിലാക്സ്ഡ് ആണ്, ചെസ്റ്റ് റിലാക്സ്ഡ് ആണ്, ബോഡി ഫുൾ റിലാക്സ്ഡ് ആണ്. വളരെ റിലാക്സ്ഡ് ആയിട്ട് കൂടുതൽ ലങ്സിന് വെന്റിലേഷൻ ഈ ഒരു സ്റ്റേജിൽ കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. സോ ഈ ഒരു പ്രോൺ ലൈൻ പൊസിഷൻസിലും നമ്മുടെ മുട്ടിനടിയിൽ, അതായത് നമ്മുടെ മുട്ടിൻ്റെ അടിഭാഗത്തായിട്ടൊരു പില്ലോ പ്ലേസ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സോ പില്ലോ പ്ലേസ്മെൻറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതാണ് പൊസിഷനിങ്. പ്രോൺ ലൈൻ ബ്രീത്തിങ് ആണ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ നമ്മുടെ സൈഡ് ലൈങ് സെമി ഫോളോസ് പൊസിഷൻ ഉണ്ട്, അത് ഞാൻ അടുത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതാണ്. സോ ഇതാണ് നമ്മുടെ സെമി ഫോളോസ് പൊസിഷൻ. നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ സുപ്പൈൻ ലൈൻ പൊസിഷൻ അല്ലെങ്കിൽ നിവർന്ന് കിടക്കുന്ന പൊസിഷനിങ്ങിൽ തന്നെ ഉള്ള ഒരു സെമി ഫോളോസ് പൊസിഷനാണ്. ഇത് കുറച്ചുകൂടെ റിലാക്സ് ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് പാറ്റേൺ ആണ്. നമ്മുടെ സുപ്പൈൻ ലൈൻ പൊസിഷനിൽ തന്നെ നമ്മുടെ ഹെഡ് ആൻഡ്സ് ഒരു 30 to 40 ഡിഗ്രി നമ്മൾ ബെൻഡ് ചെയ്ത് വയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ മുട്ടുകളുടെ അടിയിൽ നേരത്തെ പറഞ്ഞതുപോലെ അബ്ഡോമിനൽ മസിൽസിനെ റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട് മുട്ടുകളുടെ അടിയിൽ നമ്മളൊരു പില്ലോ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് കൂടുതലായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. ഗ്രാവിറ്റി കുറച്ച് അസിസ്റ്റഡ് ആണ് അദ്ദേഹത്തിന്. അപ്പോൾ സിമ്പിളായിട്ട് നല്ല രീതിയിലുള്ള ഇഫക്റ്റീവായിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാനായിട്ട് ഈ സ്റ്റേജസ് ഹെൽപ്പ് ചെയ്യും. ഇതോടൊപ്പം തന്നെ ഈ ഒരു പൊസിഷനിങ്ങിൻ്റെ കൂടെ തന്നെ പൊസിഷനിങ് മാത്രമല്ല ഏറ്റവും എഫക്റ്റീവ് അല്ല, പൊസിഷനിങ് മാത്രമായിട്ട് ഇഫക്റ്റീവ് അല്ല, പൊസിഷനിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് മറ്റു കാര്യങ്ങൾ കൂടെ ചെയ്യണം. ഓക്കെ, അതായത് ഉള്ളി പൊസിഷനിങ് മാത്രമല്ല, പൊസിഷനിങ്ങിൻ്റെ കൂടെ തന്നെ ബ്രീത്തിങ് എക്സസൈസ് മറ്റു കാര്യങ്ങൾ കൂടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല ഒരു പോസിറ്റീവായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കും. സോ നമ്മൾ എഫക്റ്റീവായിട്ടുള്ള ഇപ്പോൾ കോവിഡ് അഫക്റ്റഡ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കോവിഡ് അഫക്റ്റഡ് പോപ്പുലേഷൻ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് ന്യൂമോണിയ പോലുള്ള കോംപ്ലിക്കേഷൻസ്, അതായത് ലങ്സിൽ കഫം കെട്ടുന്നതായിട്ടുള്ള അവസ്ഥകൾ കൂടുതലായിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ കൊടുക്കുന്ന 2-3 ടെക്നിക്സ് ഉണ്ട്. അതിന് ഒന്നാമത്തെ നമ്മളതിനെ ഓട്ടോജനിക് ഡ്രെയിനേജ് എന്ന് പറയും. പിന്നെ സെക്കൻഡ് ACBT അല്ലെങ്കിൽ ആക്റ്റീവ് സൈക്കിൾസ് ഓഫ് ബ്രീത്തിങ് ടെക്നിക് എന്ന് പറയും.
സോ ഓട്ടോജനിക് ഡ്രെയിനേജ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് വരുന്ന 3 ഫേസസ് ആണ്. അൺസ്റ്റിക്ക് ഫേസ്, ഡ്രെയിൻ ഫേസ് ആൻഡ് കളക്ഷൻ ഫേസ്. അപ്പോൾ അൺസ്റ്റിക്ക് എന്നുള്ള വാക്കിൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? അൺസ്റ്റിക്ക്, അത് ഒട്ടി നിൽക്കുന്ന ഒരു സാധനത്തിനെ നമ്മൾ തിരിച്ച് അൺസ്റ്റിക്ക് ചെയ്തെടുക്കുക. സോ അതിൽ വരുന്നതാണ് നമ്മുടെ നോർമൽ ബ്രീത്തിങ് പാറ്റേൺ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ എയർവേസ് ഒന്ന് മൊബിലൈസ് ചെയ്യുക, അതിലൂടെ സെക്രേഷൻസിനെ ഒന്ന് ലൂസൺ ചെയ്യുക. അതാണ് ഈ അൺസ്റ്റിക്ക് ഫേസിൻ്റെ സിഗ്നിഫിക്കൻസ്. അതുപോലെ തന്നെ കളക്ട് ഫേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പെരിഫറൽ എയർവേസിൽ നിന്നും സെൻട്രൽ എയർവേസിലേക്ക്, അതായത് സെൻട്രൽ എയർവേസിലെ ട്രക്കയിലേക്ക് പെരിഫറൽ നിന്നും കഥ നമ്മൾ കളക്ട് ചെയ്യുന്നു. അതിനാണ് നമ്മൾ കളക്ഷൻ ഫേസ്. ഡ്രെയിൻ ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി ടെക്നിക്സ് യൂസ് ചെയ്തതുകൊണ്ട്, ഒന്നെങ്കിൽ ഇപ്പോൾ അൺകോൺഷ്യസ് പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ അവരെ ICU സെറ്റപ്പിലാണ് നമ്മൾ സക്ഷൻ ചെയ്ത് സെൻട്രൽ എയർവേസിൽ വന്ന സെക്രേഷൻ നമ്മൾ സക്ഷൻ ചെയ്ത് പുറത്തെടുത്ത് കളയും. ഇപ്പോൾ കോൺഷ്യസ് ആയിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ ചുമച്ചുകൊണ്ട് അല്ലെങ്കിൽ കഫിങ് ചെയ്തുകൊണ്ട് ആ സെക്രേഷൻസിനെ പുറത്ത് കളയാനായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യും. സോ സെക്കൻഡ് ടെക്നിക്സാണ് നമ്മുടെ ACBT, ആക്റ്റീവ് സൈക്കിൾസ് ഓഫ് ബ്രീത്തിങ് ടെക്നിക്ക്. അതിൽ വരുന്ന ഫസ്റ്റാണ് ബ്രീത്തിങ് കൺട്രോൾ. നോർമലായിട്ട് നമുക്കൊരു റിതമുണ്ട് അല്ലേ, നമ്മുടെ ശ്വാസം എടുക്കുന്നതിൽ വിടുന്നതിൽ ഒരു റിതമുണ്ട്. അപ്പോൾ ആ റിതം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് ഫസ്റ്റ് തിങ്, ബ്രീത്തിങ് കൺട്രോൾ. സോ ആസ്ക് ദ പേഷ്യൻറ്റ് ടു ജെന്റ്ലി ഇൻഹേൽ എയർ, മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിലൂടെ പതുക്കെ വിടുക. മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിലൂടെ വിടുക. വെരി ഗുഡ്. മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിലൂടെ വിടുക. ഗുഡ്. ഇതാണ് നമ്മുടെ ബ്രീത്തിങ് കൺട്രോൾ. അതായത് നമ്മുടെ ബ്രീത്തിനെ ഒരു സ്പെസിഫിക് റിതം ഇട്ട് ബ്രീത്തിങ്ങിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്ന രീതിയാണ് ബ്രീത്തിങ് കൺട്രോൾ ടെക്നിക്സ്. സെക്കൻഡ് ആണ് തൊറാക്സിക് എക്സ്പാൻഷൻ എക്സസൈസ്. TEE എന്ന് പറയും, തൊറാക്സിക് എക്സ്പാൻഷൻ എക്സസൈസ്. അത് നമ്മുടെ തൊറാക്സിക് മൊബിലിറ്റി എക്സസൈസസിലൂടെ അല്ലെങ്കിൽ മറ്റ് അങ്ങനെയുള്ള എക്സസൈസിലൂടെ നമുക്ക് കുറച്ച് ലങ്സിൻ്റെ ഒരു വികാസം കിട്ടാനായിട്ട്. അതിൽ ഫസ്റ്റ് ടെക്നിക്ക് നമ്മൾ ചെയ്ത സെയിം ബ്രീത്തിങ് കൺട്രോളിൽ വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കൈ വയറ്റിലേക്ക് വെക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ടെക്നിക്ക് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുകയാണ്. ഇൻഹേൽ ത്രൂ നോസ്, ഹോൾഡ് ഫോർ 5 seconds, 1 2 3 4 5 ആൻഡ് റിലാക്സ്. വെരി ഗുഡ്. ശ്വാസം എടുക്കുമ്പോൾ വയറ് പുറത്തേക്ക്, ശ്വാസം വിടുമ്പോൾ വയർ അകത്തേക്ക്. എഗെയിൻ ഇൻഹേൽ ത്രൂ നോസ്, വയർ പുറത്തേക്ക്, ശ്വാസം എടുക്കുമ്പോൾ വയർ പുറത്തേക്ക്. എക്സേൽ ത്രൂ മൗത്ത്, വയറകത്തേക്ക്. ഓക്കെ, നമ്മൾ ഈ 5 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നത് വഴി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇംപ്രൂവിങ് ദ കൊളാട്രൽ വെന്റിലേഷൻ. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഇൻട്രോബ്രോങ്കിയർ ചാനൽസ് ഓഫ് ലാംബർട്ടും പിന്നെ ചാനൽസ് ഓഫ് മാർട്ടിൻ, അതുപോലെ തന്നെ പോർട്സ് ഓഫ് കോൺസ്, ഇതുവഴിയൊക്കെയുള്ള നമ്മുടെ ഇന്റർ ആൽവിയോളർ ഇന്റർ ബ്രോങ്കിയൽ എക്സ്പാൻഷൻ അത് ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നത്. സോ അത് നോർമൽ ഇൻഡിവിജ്വൽസിന് ഒരു എബോ 8 seconds അല്ലെങ്കിൽ 10 seconds ഒക്കെ അനായാസം ഹോൾഡ് ചെയ്യാൻ പറ്റും. ബട്ട് കോവിഡ് അഫക്റ്റഡ് പോപ്പുലേഷൻ ആയിരിക്കുമ്പോൾ അവർക്കൊരു 2 to 3 seconds ഒക്കെ നമ്മൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ പ്രൊഗ്രഷനായിട്ട് പതുക്കെ ബ്രെത്ത് ഹോൾഡ് കൂട്ടി വരിക എന്നുള്ളതാണ്. സോ ഇതിനോടൊപ്പം തൊറാക്സിക് എക്സ്പാൻഷനൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന തൊറാക്സിക് മൊബിലിറ്റി എക്സസൈസ്. സോ ഫസ്റ്റ് കൈകൾ രണ്ട് മടിയിലേക്ക് വയ്ക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കൈ പൊക്കുക. ഇൻഹേൽ ആൻഡ് അപ്പ്, 1 2 3 4 5 ഡൗൺ. വെരി ഗുഡ്. ശ്വാസം എടുത്തുകൊണ്ട് കൈ പൊക്കി. വെരി ഗുഡ്. 1 2 3 4 5. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. ഗുഡ്. അഗെയിൻ ചെയ്യാൻ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ പൊക്കുന്നത് വഴി കുറച്ചുകൂടെ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻഹേൽ ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ എമൗണ്ട് ഓഫ് എയർ നമുക്ക് ഇൻടേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അതിനാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനോടൊപ്പം തന്നെ കൈകൾ ഉയർത്തുന്നതിനോടൊപ്പം തന്നെ നെക്കും കൂടെ മുകളിലേക്ക് പൊക്കുകയാണെങ്കിൽ ഒരല്പം കൂടെ എമൗണ്ട് ഓഫ് എയർ നമുക്ക് ഇൻടേക്ക് ചെയ്യാൻ സാധിക്കും. താഴ്ത്തുമ്പോൾ നെക്കും താഴ്ത്തുക, കൈയും താഴ്ത്തുക. വെരി ഓക്കെ. ഇൻഹേൽ ആൻഡ് അപ്പ്, എക്സേൽ ആൻഡ് ഡൗൺ. ഇൻഹേൽ ആൻഡ് അപ്പ്, exhale and down. Very good. So this is a type of thoracic mobility exercise. Second type of hands here. Inhale and stretch. 1 2 3 4 5 hold, relax. Again inhale and stretch. So ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ഈ സൈഡിലുള്ള മസിൽസ്, നമ്മുടെ പെക്ടറൽ മസിൽ ഗ്രൂപ്പ് സ്ട്രെച്ച് ആവുകയാണ്. അതുപോലെ ഇന്റർകോസ്റ്റൽ മസിൽസും സ്ട്രെച്ച് ആവുന്നു. സോ അവിടെ സ്ട്രെച്ച് റിഫ്ലക്സ് ആക്റ്റീവായിട്ട് അത് ബ്രെയിൻ ഒരു സ്റ്റിമുലസ് കൊടുത്തിട്ട് മോർ ആൻഡ് മോർ ഇൻടേക്ക് ഓഫ് ഓക്സിജൻ എടുക്കാനായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ അതാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ബ്രീത്തിങ്ങിൻ്റെ സിഗ്നിഫിക്കൻസ്. സോ ഇത് സെക്കൻഡ് ടൈപ്പ് ഓഫ് തൊറാക്സിക് മൊബിലിറ്റി എക്സസൈസ്. ഇനി തേർഡ് ടൈപ്പ് നമ്മുടെ ലാറ്ററൽ കോസ്റ്റൽ എക്സ്പാൻഷന് വേണ്ടിയിട്ട് കൈകൾ സൈഡിലേക്ക് വയ്ക്കാം. ഒരു കൈ സൈഡിലേക്ക് നമുക്ക് സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, ശ്വാസം എടുത്തതുകൊണ്ട് നമ്മൾ സൈഡിലേക്ക് ബോഡി സ്ട്രെച്ച് ചെയ്യുന്നു. അപ്പോൾ ഈ സൈഡിലേക്കുള്ള ലങ്സിൻ്റെ വികാസം കൂടുകയും ഈ സൈഡിൽ കമ്പാരിറ്റീവ്ലി ഇതിനെ അപേക്ഷിച്ച് നമ്മുടെ റൈറ്റ് സൈഡിനെ അപേക്ഷിച്ച് ലെഫ്റ്റ് സൈഡിൽ കുറച്ചുകൂടി കുറവാണ്. അപ്പോൾ ഡൗൺ, റിലാക്സ്.
സോ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എക്സ്റേ നോക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലോബിലായിരിക്കും സെക്രഷൻസ് കൂടുതൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ലോബിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും കൂടുതലും ലങ് കൊളാപ്സ് അല്ലെങ്കിൽ അത്തലറ്റാക്സിസ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതൽ. സോ അങ്ങോട്ടേക്ക് കൂടുതൽ എയർ നമ്മൾ എത്തിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ നാൽപ്പം ചുരുക്കുന്നു. അപ്പോൾ ഇവിടെ കിട്ടേണ്ട എമൗണ്ട് ഓഫ് ഓക്സിജൻ കൂടെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കിട്ടുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സോ അതാണ് ഈ ഒരു ടൈപ്പ് ഓഫ് തൊറാക്സിക് മൊബിലിറ്റി എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ്. ഒന്നുകൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. സൈഡിലേക്ക് ഇൻഹെയിൽ ആൻഡ് സ്ട്രെച്ച് സൈഡ്. ഓക്കെ, ബോഡി ഈ സൈഡിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നത് വഴി ഈ സൈഡിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തുകയും ഇവിടെ അല്പം കുറയുകയും ചെയ്ത് തിരിച്ച് റിലാക്സ്. എഗെയിൻ ഇൻഹെയിൽ ആൻഡ് അപ്പ്, ഓപ്പോസിറ്റ് സൈഡ്. ശ്വാസം എടുത്തുകൊണ്ട് സൈഡിലേക്ക് പോകണം, തിരിച്ചു വരാം. അടുത്ത സൈഡ് ബ്രീത്ത് എടുത്തുകൊണ്ട് പോവുക, തിരിച്ചു വരാം. ഇനി കുറച്ചുകൂടെ നമ്മൾ നല്ല പ്രാക്ടീസ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഇതിൻ്റെ പോലെ ഹോൾഡ് ടൈം കൂട്ടാം. അതായത് നമ്മൾ സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക, ശ്വാസം എടുത്തുകൊണ്ട് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 റിലാക്സ്. ഓക്കെ, ചേഞ്ച്. നന്നായിട്ട് ബ്രീത്ത് എടുക്കുക. ഗുഡ്. ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 റിലാക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ തൊറാക്സിക് മൊബിലിറ്റി എക്സസൈസിൻ്റെ അകത്ത് വരുന്നത്. ഇപ്പോൾ നമ്മൾ സിറ്റിംഗ് പൊസിഷനിൽ കണ്ടു. നിന്നുകൊണ്ട് നമുക്ക് സെയിം ഇതേ 3 പൊസിഷൻസ് തന്നെ നമുക്ക് ട്രൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കൈകൾ ഫ്രണ്ടിൽ കൈകൾ പൊക്കിക്കൊണ്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, കൈ താഴ്ത്തിക്കൊണ്ട് ബ്രീത്ത് ഔട്ട്. ഗുഡ്. ഇതിൽ നിന്ന് ചെയ്ത സെയിം പൊസിഷൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. സെക്കൻഡ് പൊസിഷൻ കൈകൾ മുമ്പിലേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ അകത്തുന്നു, ശ്വാസം വിട്ടുകൊണ്ട് അടുപ്പിക്കും. ഗുഡ്. ശ്വാസം എടുത്തുകൊണ്ട് അകത്തുന്നു, ശ്വാസം വിട്ടുകൊണ്ട് അടുപ്പിക്കും. വെരി ഗുഡ്. ഇനി സൈഡ് തേർഡ് പൊസിഷൻ, സൈഡിലേക്ക് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് നമ്മൾ സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നു. ഗുഡ്. ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടാണ്. വെരി ഗുഡ്. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് സൈഡിലേക്ക്, ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, റിലാക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ സിറ്റിങ്, ലൈയിങ് ആൻഡ് സ്റ്റാൻഡിങ് പൊസിഷൻ തൊറാക്സിക് മൊബിലിറ്റി എക്സസൈസസ്. അടുത്ത നമ്മൾ നോക്കുന്നത് ACBT, ആക്റ്റീവ് സൈക്കിൾസ് ഓഫ് ബ്രീത്തിങ് ടെക്നിക്കിൻ്റെ അകത്ത് തന്നെ വരുന്ന ഒരു മൂന്നാമത്തെ ടെക്നിക്കാണ്. അതായത് ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി ടെക്നിക്, FET എന്ന് പറയും. ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി ടെക്നിക്സ്. അത് നമ്മൾ ചെയ്യുന്നത് രണ്ടാണ്. ഒന്ന് നമ്മുടെ ട്രക്ക്, അതായത് സെൻട്രൽ എയർവേസിലേക്ക് വന്ന കഫത്തെ അല്ലെങ്കിൽ സെക്രീഷൻസിനെ നമ്മൾ പുറന്തള്ളുകയാണ്. അതായത് കഫത്തെ നമ്മൾ എക്സ്പോർട്ടേറ്റ് ചെയ്ത ടെക്നിക്കാണ്. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് കഫിങ് ഉണ്ട്, ഹഫിങ് ഉണ്ട്. കഫിങ് എന്ന് പറയുമ്പോൾ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ അഗെയിൻസ്റ്റ് ക്ലോസ്ഡ് ഗ്ലോട്ടിസ്, അതായത് ഗ്ലോട്ടിസ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഫോഴ്സായിട്ട് എക്സ്പയർ ചെയ്യുന്ന ടെക്നിക്കാണ് കഫിങ് ടെക്നിക്ക്. അപ്പോൾ നമുക്ക് എഫക്റ്റീവായിട്ട് ഒരു ഇതേപോലെ നമ്മുടെ നോർമൽ തൊറാക്സിക് ബ്രീത്തിങ് കൺട്രോൾ, തൊറാക്സിക് എക്സ്പാൻഷൻ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എഫക്റ്റീവായിട്ട് ഒരു 3 times അല്ലെങ്കിൽ 4 times മാക്സിമം നമുക്ക് ഇഫക്റ്റീവ് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള കഫ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അതിൽ കൂടുതൽ ചെയ്യുമ്പോൾ പേഷ്യൻസ് ചിലപ്പോൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡ് അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആണ്, അല്ലെങ്കിൽ അവരുടെ ലങ് കപ്പാസിറ്റീസ് കുറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അവർ പെട്ടെന്ന് ഫെറ്റിക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണമാണ് നമ്മൾ ഇഫക്റ്റീവായിട്ട് 3 to 4 puffs പെർഫോം ചെയ്യിപ്പിക്കുന്നത്. സോ കൈയിലേക്ക് വയ്ക്കുക. ഓക്കെ, ഡീപ് ഇൻഹലേഷൻ, എക്സേൽ ആൻഡ് കഫ്. വെരി ഗുഡ്. റിലാക്സ്. ഡീപ് ഇൻഹലേഷൻ, വയറകത്തേക്ക്, എക്സേൽ ആൻഡ് കഫ്. വെരി ഗുഡ്. ഓക്കെ, റിലാക്സ്. ഇപ്പോൾ നമ്മൾ കണ്ടത് കഫിങ് ടെക്നിക്കാണ്, ചുമച്ച് കഫം പുറത്തേക്ക് വരിക. അപ്പോൾ നല്ല സെക്രേഷൻസ് ലങ്സിലൊക്കെ കഫം ഉള്ള ഒരാളാണെങ്കിൽ ചുമക്കുമ്പോൾ കഫം പുറത്തേക്ക് വരും. സെക്കൻഡ് ടെക്നിക്സ് ഹഫിങ് എന്ന് പറയുമ്പോൾ ഇതേപോലെ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ, ഫോഴ്സായിട്ട് ശ്വാസം പുറത്തേക്ക് തള്ളുന്നു. ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ എഗെയിൻസ്റ്റ് ഓപ്പൺ ഗ്ലോട്ടിസ് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് ഹഫ് ചെയ്യുന്ന രീതിയാണ്. ഒന്ന് കണ്ടുപോകാം. ഇൻഹെയിൽ, ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ, കഫ്. ഒന്ന് പറയും. ഇൻഹെയിൽ, ഫോഴ്സ് എക്സ്പയർ ആൻഡ് ഹഫ്. ഗുഡ്. റിലാക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ട രണ്ട് ടെക്നിക്സാണ്. ഒന്ന് കഫിങ്, സെക്കൻഡ് വൺ ഹഫിങ്. രണ്ടും ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി ടെക്നിക്, ഫോഴ്സ്ഫുള്ളായിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന ടെക്നിക്സാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഹഫും പെർഫോം ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് പുറത്തേക്ക് പുറന്തള്ളാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി ടെക്നിക്കിൽ വരുന്ന മറ്റ് 2 എക്സസൈസുകൾ ഉണ്ട്. അപ്പോൾ അടുത്തതാണ് നമ്മുടെ ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി ടെക്നിക്കിൻ്റെ തന്നെ, അതായത് ശ്വാസം ഫോഴ്സ്ഫുള്ളായിട്ട് വിടുന്നതിൻ്റെ തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ് ബ്ലോയിങ് എ ക്യാൻഡിൽ, അതായത് ഒരു മെഴുകുതിരി ഊതി അണയ്ക്കുക. ഇപ്പോൾ അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആണ്, അല്ലെങ്കിൽ ലങ് കപ്പാസിറ്റീസ് കുറവുള്ള ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ അവർ ആദ്യം ഊതുമ്പോൾ ചിലപ്പോൾ മെഴുകുതിരി അണയണമെന്നില്ല. ചിലപ്പോൾ ആ ഫ്ലെയിം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്യണം, അത്രയൊക്കെ സംഭവിക്കാറുള്ളൂ. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആണ്, അവരൊന്ന് ബ്ലോ ചെയ്യാൻ ട്രൈ ചെയ്യുന്നെങ്കിൽ നമ്മളത് എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് വെച്ചാൽ ഡീപ്പ് ഇൻഹലേഷൻ, ഫോഴ്സായിട്ട് ഊതാൻ ശ്രമിച്ച്, അപ്പോൾ അവർ ഊതുമ്പോൾ ചിലപ്പോൾ അണയണമെന്നില്ല. പക്ഷേ ഒരു ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്ന ഒരാൾ, അപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ കോവിഡ് സിറ്റുവേഷൻ നമുക്കറിയാം. അപ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ ട്രെയിൻ ചെയ്യേണ്ട ടൈപ്പ് ഓഫ് എക്സസൈസ് ഇതാണ്. നല്ല ഫോഴ്സ്ഫുള്ളായിട്ട് എക്സ്പയർ ചെയ്യുക. നമുക്കിത് കഫും ഹഫൊക്കെ എലിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഓക്കെ, ഡീപ്പ് ഇൻഹലേഷൻ, ഫുൾ ബ്രീത്ത് ഔട്ട്, ഫോഴ്സ്. Again, deep inhalation,
ഫോഴ്സ്ഡ് എക്സ്പെർട്ട്. വെരി ഗുഡ്. ഓക്കെ ഗുഡ്. അപ്പോൾ ഇതുപോലെ ഇതാണ് ഫോഴ്സ്ഡ് എക്സ്പെർട്ട് ബ്രേക്കിൻ്റെ ഒരു ടെക്നിക്ക്. ഇനി ഇതിൻ്റെ മറ്റൊരു ടെക്നിക്ക് ഉണ്ട്, ബ്ലോയിങ് ബലൂൺ. ബലൂൺ നമ്മൾ ഊതി വീർപ്പിക്കുക. അതും ഒരു ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ ഊതിയാൽ മാത്രമേ ഒരു ബലൂൺ പെരുകുകയുള്ളൂ. സോ അതും ഒരു ഫോഴ്സ്ഡ് എക്സ്പെർട്ട് ടെക്നിക്കാണ്. ഇനി അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ മറ്റൊരു വേരിയേഷനാണ് ഫോഴ്സ്ഡ് എക്സ്പെർട്ട് ടെക്നിക്കിൻ്റെ മറ്റൊരു വേരിയേഷനാണ് ബ്ലോയിങ് ബലൂൺ. ഒരു ബലൂൺ നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട്, അതായത് ഡീപ്പ് ഇൻഹലേഷൻ എടുത്ത് ഫോഴ്സ്ഫുൾ ആയിട്ട് ബ്രീത്ത് ചെയ്ത് ഒരു ബലൂൺ നിറയ്ക്കുന്ന ഒരു രീതിയാണ്. അതും ഒരു ഫോഴ്സ്ഡ് എക്സ്പെർട്ട് ടെക്നിക്കിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്ന എക്സസൈസാണ്. നമുക്കത് കണ്ടു നോക്കാം എങ്ങനെയാണെന്ന്. ഫസ്റ്റ് ഡീപ്പ് ഇൻഹലേഷൻ, then blow to the balloon. Relax, deep inhalation, blow to the balloon. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു മെത്തേഡാണ് ഫോഴ്സ്ഡ് എക്സ്പെർട്ട് ടെക്നിക്കിൻ്റെ മറ്റൊരു വേരിയേഷനാണ്. ഫസ്റ്റ് നമ്മൾ കണ്ടത് എന്താണ്, ഒരു ക്യാൻഡിൽ ഊതി അണയ്ക്കുന്നത്. സെക്കൻഡ് ഒരു ബലൂൺ നമ്മൾ ഊതി നിറയ്ക്കുന്നത്. മറ്റേ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. നമുക്കൊരു സ്ട്രോ നമുക്കൊരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ എന്തെങ്കിലും വെള്ളം എടുത്തിട്ട് ഫോഴ്സ് ആയിട്ട് അതിലേക്ക് ഊതി ബബിൾസ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഒത്തിരി ടൈപ്സ് ഓഫ് വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഏജ് കുറഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അല്പം ഏജ് കൂടിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിങ്ങും അവർക്ക് അത് ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യം വരുന്ന ടൈപ്പ് ഓഫ് എക്സസൈസ്. ഇത് നമ്മുടെ ഇൻസെൻറ്റീവ് സ്പൈറോമെട്രിയാണ്. ഇൻസെൻറ്റീവ് സ്പൈറോമെട്രി നമ്മൾ ലെങ് എക്സ്പെൻഷന് കൂടുതൽ കിട്ടാൻ ഇൻസ്പിറേറ്ററി ടെക്നിക്കാണ് ഇതൊരു. അപ്പോൾ നമ്മൾ 3 ഇതുണ്ട്, 3 പാർട്സ് ഉണ്ട്. നമ്മുടെ ഒരു മൗത്ത് പീസ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഒരു ട്യൂബിങ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ഈ ബോൾ പീസ്. അപ്പോൾ ഈ മൗത്ത് പീസാണ് നമ്മുടെ വായിൽ വയ്ക്കുന്ന പീസ്. പിന്നെ നമ്മുടെ ഈ 3 ബോൾസ് ഒരു വിഷ്വൽ ഫീഡ്ബാക്ക് നമുക്കത് കിട്ടും. ഇത് ചെയ്യുന്ന ഒരു വിഷ്വൽ ഫീഡ്ബാക്ക്, അതായത് എന്നെക്കൊണ്ട് ഇത്രയും പറ്റിയല്ലോ എന്നുള്ളൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് വരുന്ന വഴി നമുക്കത് കൂടുതൽ ചെയ്യാനുള്ളൊരു പ്രചോദനമാണ്. 3 ബോൾസ് കാണാം. അപ്പോൾ ഒരു ബോൾ, ഫസ്റ്റ് ബോൾ എന്ന് പറയുന്നത് 600 ml/s ആണ്. സെക്കൻഡ് ബോൾ 900, തേർഡ് ബോൾ 1200. അപ്പോൾ ഇത് ഓരോന്നും നമ്മുടെ ലെങ് കപ്പാസിറ്റീസ് ആണ്. നമ്മുടെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി നമുക്ക് കുറവാണ്. 600 ഉള്ളുവെങ്കിൽ ഒരു ബോളെ പൊങ്ങുള്ളൂ, 900 ഉള്ളുവെങ്കിൽ സെക്കൻഡ് ബോൾ പൊങ്ങും. ഇനി നല്ല ഫുൾ ലെങ് കപ്പാസിറ്റീസ് ഉണ്ട്, 1200 ml ഓഫ് എയർ നമുക്ക് പെർ സെക്കൻഡ് ഇൻഹേൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 ബോളും പൊങ്ങും. അപ്പോൾ ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിനാണെങ്കിൽ ഈ 3 ബോളും പൊങ്ങും. ഇനി അഥവാ കുറച്ച് ലെങ് കപ്പാസിറ്റി കുറവുള്ള ഒരാളാണെങ്കിൽ 2 അല്ലെങ്കിൽ 1.5 ഒക്കെ പൊങ്ങാറുള്ളൂ. സോ ഇത് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമ്മുടെ ലെങ് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, ലെങ് എക്സ്പാൻഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരു നല്ലൊരു ഹെൽത്തി ഇൻഡിവിജ്വൽ ആണെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഫുൾ എക്സൈൽ, ബ്രീത്ത് ഫുള്ള് പുറത്ത് കളയുക, ആൻഡ് ഇൻഹെയിൽ ത്രൂ മൗത്ത് പീസ്, റിലാക്സ്. വെരി ഗുഡ്. ഇദ്ദേഹം ഒരു യങ് ആയിട്ടുള്ള ആളാണ്, നല്ലൊരു ലെങ് കപ്പാസിറ്റി ഉള്ള ഒരാളായതുകൊണ്ടാണ് ആ 3 ബോളിനെയും ഇൻസ്പയർ ചെയ്തുകൊണ്ട് അകത്തേക്ക് ശ്വാസം എടുത്തുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയത്. നല്ല യങ് ആണ്, അദ്ദേഹത്തിൻ്റെ ലെങ്സിന് അത്രയ്ക്കുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ്. ഇനിയിപ്പോൾ കുറച്ച് വീക്ക് ആണെങ്കിൽ, ലെങ് കപ്പാസിറ്റി കുറവുള്ള ആളൊക്കെ ആണെങ്കിൽ ഇനി തേർഡ് ബോൾ ചിലപ്പോൾ പൊങ്ങില്ല, ചിലപ്പോൾ 2 ബോൾ പൊങ്ങുള്ളൂ. നമുക്കൊന്ന് നോക്കാം. കുറച്ച് വീക്കായിട്ടുള്ള ആളാണെന്ന് വിചാരിക്കുക, അദ്ദേഹം എങ്ങനെയായിരിക്കും ശ്രമിച്ച് നോക്കാം. എനിക്ക് റിലാക്സ്. ഓക്കെ, ഉണ്ടോ 2 ബോളൊക്കെ പൊങ്ങിയുള്ളൂ. ഇനി ഇപ്പോൾ കോവിഡ് അഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലാണ്, അദ്ദേഹത്തിന് തീരെ ലെങ് കപ്പാസിറ്റി ഇല്ല. അങ്ങനത്തെ ഒരു സ്റ്റേജ് ആണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം 1 ബോളൊക്കെ ചിലപ്പോൾ ഉയർത്തിയെന്ന് വരുള്ളൂ. നമുക്ക് നോക്കാതെ കണ്ടോ 1 ബോൾ ഉയർത്തുന്നുള്ളൂ. പക്ഷേ പ്രശ്നമില്ല, നമ്മളത് ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്ത് വരാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു എക്സസൈസാണ്. ഈ 1 ബോളെ പൊക്കിയുള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 10 റെപ്പറ്റീഷൻസ് പെർ ഡേ. അങ്ങനെ ഒരു 3 to 4 ടൈംസ് നമുക്ക്, അതായത് പെർ ഡേ, ഒരു ദിവസം 3 to 4 തവണ വരെ. അത് അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റീസും ടോളറേറ്റ് ചെയ്യുന്ന ലെവലൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാവൂ. അല്ലെങ്കിൽ പേഷ്യൻ്റ് ചിലപ്പോൾ കൊളാപ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതനുസരിച്ച് പിന്നെ ഒരു 2 days കഴിയുമ്പോൾ അതൊക്കെ സെക്കൻഡ് ബോൾ ലിഫ്റ്റ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ അങ്ങനെ ഗ്രാജുവലായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ ഇൻസെൻറ്റീവ് സ്പൈറോമെട്രി കൊണ്ടുള്ള ടെക്നിക്ക്. അപ്പോൾ അടുത്ത് നമ്മുടെ ഡിസ്നി റിലീവ് പൊസിഷൻസിൻ്റെ നിന്നുകൊണ്ടുള്ള സ്റ്റാൻഡിങ് പോസിലുള്ള എങ്ങനെയാണ് നമ്മൾ ഡിസ്നി റിലീവ് പൊസിഷൻ, സ്റ്റാൻഡിങ് പോസിൽ നിന്ന് ചെയ്യുന്നത്, സിറ്റിങ്ങിലുള്ളത് കണ്ടു കഴിഞ്ഞു. സ്റ്റാൻഡിങ്ങിൽ എന്ന് പറയുന്നത്, അപ്പോൾ ഡിസ്നി ആദ്യമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, അതായത് ശ്വാസം എടുത്ത് വിടാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതിനെയാണ് നമ്മൾ ഡിസ്നി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസ്നിയെ നമുക്ക് മാറ്റിക്കൊണ്ടുവരുന്നത്, അതായത് ഈ ഷോർട്ട്നെസ് ബ്രെത്തിനെ മാറ്റിക്കൊണ്ടുവരേണ്ട സർട്ടൻ പൊസിഷൻസ് ഉണ്ട്. സിറ്റിങ്ങിലുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്റ്റാൻഡിങ്ങിലുള്ളത് നിന്നുകൊണ്ടുള്ളതാണെങ്കിൽ കൈകൾ രണ്ടും മുകളിലേക്ക് വെച്ച് അല്പം ബോഡി ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് നല്ല ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക, വിടുക, ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക, വിടുക, ഇൻഹെയിൽ, എക്സെയിൽ, കണ്ടിന്യൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പൊസിഷനാണ് ഡിസ്നി റിലീവ് പൊസിഷൻസ്. നമ്മുടെ മുതിർന്ന പ്രായമുള്ളവർ അല്ലെങ്കിൽ അമ്മച്ചി അപ്പച്ചന്മാരൊക്കെ കടയിലൊക്കെ പോയി അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിലൊക്കെ നടന്നിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷൻ അവർ അറ്റൻഡ് ചെയ്യുന്നതായിട്ട് പല സാഹചര്യങ്ങളിലും കാണാനായിട്ട് സാധിക്കും അല്ലേ. ഒരുപാട് തേരിയൊക്കെ നടന്ന് കയറിയിട്ട് വന്ന അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നത്, അതുപോലെ മതിലിൻ്റെ ചാരി നിങ്ങൾ ശ്വാസം എടുത്ത് വിടുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതേ ഒരു നോർമൽ പ്രക്രിയ തന്നെയാണ് ഇതും. ബ്രീത്തിങ് റിലീവിങ് പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്നി റിലീവിങ് പൊസിഷനാണ് ഇത്. ഓക്കെ, ഗുഡ്. ഓക്കെ, സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് മതിലിലേക്ക് ചാരി നിൽക്കുക. സെക്കൻഡ് പൊസിഷനാണ് മതിലിൽ ചാരി നിൽക്കുക, കാലൽപ്പം മുമ്പിലേക്ക് വയ്ക്കുന്നത്.
കൈകൾ രണ്ട് മുഖത്തിലേക്ക് വെച്ച് ബോഡി അല്പം ബെൻഡ് ചെയ്തിട്ട് ശ്വാസം എടുത്ത് വിടുന്നൊരു പ്രക്രിയ. ഓക്കെ, ഇതും ഒരു ഡിസ്നി റിലീവിങ് പോസാണ്. അതിൻ്റെ ചാരി നിൽക്കുന്നു, നമ്മൾ കാലിൽ വെച്ച് ബോഡി ബെൻഡ് ചെയ്തു, എന്നിട്ട് നല്ല ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, ശ്വാസം എടുത്ത് വിടുന്ന ഒരു പ്രക്രിയ. ഇതിനെയാണ് നമ്മൾ ഡിസ്നി റിലീവിങ് സ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ടുള്ള തന്നെ മറ്റൊരു പോസാണ്, ഡിസ്നി റിലീവിങ് പൊസിഷനാണ്. മറ്റൊരു സ്റ്റാൻഡിങ് പൊസിഷനിൽ തന്നെ മറ്റൊരു രീതിയാണ്, നമ്മൾ വീട്ടിലെ ചെയറോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ എന്തെങ്കിലും മുമ്പിൽ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ബോഡി ലീൻ ചെയ്ത് നിന്നിട്ട് ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് വിടുന്ന ഒരു രീതി നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ചെയറിൽ കൈ പ്ലേസ് ചെയ്യുന്നു, സ്റ്റാൻഡിങ് പൊസിഷൻ. ഒരു കാലം മുന്നേ വെച്ച് ഒരു കാലം ബാക്കിൽ വെച്ച് ബോഡി അല്പം ബെൻഡ് ചെയ്ത് നന്നായിട്ട് ഡീപ്പ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ഡീപ്പ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, റിലാക്സ്. ഈ ഒരു ടെക്നിക്കാണ്. അപ്പോൾ നമ്മുടെ ബ്രീത്തിങ് എക്സസൈസസ് ആണ്. ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പേഴ്സണൽ ലിപ് ബ്രീത്തിങ് ഉണ്ട്, ഗ്ലോസോഫെറിഞ്ചൽ ബ്രീത്തിങ് ഉണ്ട്, ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ഉണ്ട്, സെഗ്മെന്റൽ ബ്രീത്തിങ് ഉണ്ട്, ലാറ്ററൽ കോസ്റ്റൽ എക്സ്പാൻഷൻ ടൈപ്പ് ഓഫ് ബ്രീത്തിങ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ബ്രീത്തിങ് പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കോവിഡിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ലങ് എക്സ്പാൻഷൻ, നമ്മുടെ ലങ്ങിൻ്റെ വൈറ്റൽ കപ്പാസിറ്റീസും ഫംഗ്ഷൻസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ അനിവാര്യമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് എക്സസൈസസ് ആണ്. ഫസ്റ്റ് പേഴ്സണൽ ലിപ് ബ്രീത്തിങ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കാം. പേഴ്സണൽ ലിപ് ബ്രീത്തിങ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു സ്ട്രൈറ്റ് ബോഡി ഇറക്കായിട്ട് ഇരിക്കുക, മൂക്കിലൂടെ ശ്വാസം വലിക്കുക, ചുണ്ടുകൾ ഊതി വിടുന്ന പോലെ വെച്ചിട്ട് ബ്രീത്ത് ഔട്ട്. ഓക്കെ, അഗെയിൻ മൂക്കിലൂടെ ഇൻഹേൽ ചെയ്യുക, ചുണ്ടുകൾ ഊതി വിടുക. ഓക്കെ, ഇങ്ങനെ ബ്രീത്തിങ് ചെയ്യുന്നത് വഴി നമ്മളൊരു സ്മോൾ ഓറിഫൈസ് അല്ല, നമ്മുടെ ചുണ്ടുകൾ നമ്മൾ ഊതി വിടുന്ന പൊസിഷനിൽ വെച്ചിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ലങ് ആൽവിയോളൈസിൽ ഒരു പോസിറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കൂടുതൽ ആൽവിയോളൈസിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഈ ഒരു എക്സസൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ അതൊരു ടൈപ്പ് ഓഫ് സ്ട്രെങ്തനിങ് എക്സസൈസും കൂടെ ആണ്. ഓക്കെ, റിലാക്സ്. അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് പേഴ്സണൽ ലിപ് ബ്രീത്തിങ്. സെക്കൻഡ് ഗ്ലോസോഫെറിഞ്ചൽ ബ്രീത്തിങ്. ഗ്ലോസോഫെറിഞ്ചൽ ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ 2 to 3 ഗൾപ്സ് ഓഫ് എയർ അല്ലെങ്കിൽ ഫ്രോഗ് ബ്രീത്തിങ് പൊസിഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. തവളകൾ ശ്വാസം എടുക്കുന്ന പോലെ അല്ലെങ്കിൽ വാ തുറന്ന് 3-4 ഗൾപ്പ് ഓഫ് എയർ, 2-3 ഗൾപ്പ് ഓഫ് എയർ നമ്മൾ വിഴുങ്ങുന്നു, അതിനെ നമ്മൾ തിരിച്ച് ബ്രീത്ത് ഔട്ട് ചെയ്ത് വിടും. ഇതാണ് ഗ്ലോസോഫെറിഞ്ചൽ ബ്രീത്തിങ്. നമുക്കതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഓക്കെ, വായിലൂടെ 3 to 4 ഗൾപ്സ് ഓഫ് എയർ ബ്രീത്തിങ്, ഹോൾഡ് ആൻഡ് റിലാക്സ്. ഓക്കെ, അഗെയിൻ 3 to 4 ഗൾപ്സ് ഓഫ് എയർ ബ്രീത്തിങ്, വായിലൂടെ 2, 3, എന്നിട്ട് swallow ചെയ്യാതെ വിടുന്ന ശ്രമിക്കുക. ഗുഡ്, ഹോൾഡ് 1, 2, 3 ആൻഡ് റിലാക്സ്. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് ബ്രീത്തിങ് ആണ് ഗ്ലോസോഫെറിഞ്ചൽ ബ്രീത്തിങ് എന്ന് വെച്ചാൽ നമ്മൾ 3 to 4 ഗൾപ്സ് ഓഫ് എയർ നമ്മൾ സ്വാലോ ചെയ്യുന്നു, എന്നിട്ട് സ്വാലോ ചെയ്തിട്ട് നമ്മൾ അതിനെ സ്ലോ ആയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്ത് പുറത്തു വിടും. അതാണ് ഗ്ലോസോഫെറിഞ്ചൽ ബ്രീത്തിങ്. ഇനി തേർഡ് ടൈപ്പ് ഓഫ് എക്സസൈസ് നമ്മുടെ ലാറ്ററൽ കോസ്റ്റൽ എക്സ്പാൻഷൻ. നമ്മുടെ ചെസ്റ്റ് വാൾ സൈഡിലേക്ക് വികസിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത്, അതാണ് ലാറ്ററൽ കോസ്റ്റൽ എക്സ്പാൻഷൻ. നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. കൈകൾ ലാറ്ററൽ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ സൈഡ്, കോസ്റ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വാരിയലിൻ്റെ റീജിയൻ. ആ ഒരു വാക്കിൽ തന്നെ എൻ്റെ മീനിങ് ഉണ്ട്. ലാറ്ററൽ കോസ്റ്റൽ എക്സ്പാൻഷൻ നമ്മുടെ താഴത്തെ ലങ്സിൻ്റെ ലോവർ ലോബ്സിലൊക്കെ ബ്രീത്ത് എത്തുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അതുമൂലം മനസ്സിലാക്കാൻ സാധിക്കും. സോ ബ്രീത്ത് ഇൻ, ശ്വാസം എടുക്കുമ്പോൾ കൈകൾ സൈഡിലേക്ക് അകലണം. വെരി ഗുഡ്. ബ്രീത്ത് ഔട്ട്, കൈകൾ ചേർന്നതാണ്. വെരി ഗുഡ്. എഗെയിൻ ബ്രീത്ത് ഇൻ, കൈകൾ അകന്ന് വരുന്നത് കണ്ടോ, ആൻഡ് ബ്രീത്ത് ഔട്ട്, കൈകൾ ചേർന്നതാണ്. ഓക്കെ, റിലാക്സ്. ഇതാണ് ലാറ്ററൽ കോസ്റ്റൽ എക്സ്പാൻഷൻ. ലാറ്ററൽ കോസ്റ്റൽ എക്സ്പാൻഷൻ ഇതാണ്. അടുത്ത ടൈപ്പ് ഓഫ് എക്സസൈസ് ആണ് നമ്മുടെ സെഗ്മെന്റൽ ബ്രീത്തിങ് ടെക്നിക്. സെഗ്മെന്റൽ ബ്രീത്തിങ് ടെക്നിക് അത് 3 സെഗ്മെന്റ്സ് ആണ് നമുക്കുള്ളത്. നമ്മുടെ സിഫിസ്റ്റേണൽ ലെവൽ. സിഫിസ്റ്റേണൽ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ബോൺ നമ്മൾ പാൽപ്പേറ്റ് ചെയ്ത് നമ്മുടെ ചെസ്റ്റ് ബോൺ നമ്മൾ തൊട്ട് വരുമ്പോൾ ചെസ്റ്റ് ബോൺ തീർന്ന ഒരു പോർഷൻ ഉണ്ട്. യൂഷ്വലി മെയിൽസിൽ സെക്കൻഡ് ആൻഡ് തേർഡ് ബട്ടൺസിൻ്റെ ഇൻ ബിറ്റ്വീനിലായിരിക്കും ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സിഫിസ്റ്റേണൽ. അതുപോലെ നമ്മുടെ നിപ്പിൾ ലൈൻ്റെ ലെവലുണ്ട്, പിന്നെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് അല്ലെങ്കിൽ മാനുബ്രിയം സ്റ്റേണൽ, ആ ലെവൽ. അങ്ങനെ 3 ലെവലാണ്. അപ്പോൾ നമുക്കതൊരു ടവൽ എക്സസൈസിൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. നമ്മൾ ടവൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് എക്സസൈസ് എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് നമ്മുടെ സിഫിസ്റ്റേണൽ ലെവൽ, ലോവർ സിഫിസ്റ്റേണൽ ലെവൽ, അവിടെ നമ്മൾ ടവൽ ഹോൾഡ് ചെയ്യുന്നു. അവിടെ നമ്മൾ ഡീപ്പ് ഇൻഹലേഷൻ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. നമുക്ക് വീട്ടിലൊരു തോർത്ത് യൂസ് ചെയ്തോ കണ്ടിന്യൂ, തോർത്ത് യൂസ് ചെയ്തോ ടവൽ യൂസ് ചെയ്തോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു എക്സസൈസ് ആണ്. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ ടവൽ അകന്നു പോകുന്നു, ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ടവൽ ചേർന്ന് വരും. ഇനി അതുപോലെ നമ്മളിപ്പോൾ ഈ ടവൽ ടൈറ്റ് ചെയ്ത് പിടിക്കുകയാണ്. നമ്മൾ ചെസ്റ്റ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ ചെസ്റ്റിന് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ സമ്മതിക്കുക, നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. അപ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ് എക്സസൈസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലായിട്ട് നമ്മൾ വികസിക്കുന്നു, വിടുന്നു, അത് കൊള്ളാം, നല്ലതാണ്. ബട്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചുകൂടെ സ്ട്രെങ്തനിങ് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് റെസിസ്റ്റൻസും കൂടിയാണ് നമ്മുടെ റെസ്പിറേറ്ററി മസിൽസിൻ്റെ
സെക്കൻഡറി റെസ്പിറേറ്ററി മസിൽസിൻ്റെ മോർ റിക്രൂട്ട്മെൻറ്റും സ്ട്രെങ്തനിങ്ങും അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പ്രൈമറി മസിൽസ് ഡയഫ്രമാണ്. ഓക്കെ, ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ. റെസിസ്റ്റൻസ് വേണ്ട. ഓക്കെ, ഇൻഹെയിൽ എക്സെയിൽ. വെരി ഗുഡ്. ശരി, അപ്പോൾ അതാണ് ഫസ്റ്റ് ലെവല്, സെഫിഷ്യൽ ലെവല്. സെക്കൻഡ് ലെവൽ നമ്മുടെ നിപ്പിൾ ലെവൽ. നിപ്പിൾ ലെവൽ നമ്മൾ ചെയ്യുമ്പോൾ അല്പം കൂടെ കവർ നമ്മുടെ നിപ്പിൾസിൻ്റെ ആ ഒരു ലെവലിൽ കവർ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഹാൻഡ് പ്ലേസ്മെൻ്റ് ഒക്കെയും സെയിം ആണ്. എഗെയിൻ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. വെരി ഗുഡ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. വെരി ഗുഡ്. ഓക്കെ, ഇത് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതനുസരിച്ച് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടിൻ്റെ സെക്കൻഡ്സ് നമുക്ക് കൂട്ടാൻ പറ്റും. ബ്രീത്ത് ഇൻ ആൻഡ് ഹോൾഡ് 1 2 3 4 5 ആൻഡ് റിലാക്സ്. ഓക്കെ, അങ്ങനെയും നമുക്ക് ചെയ്യാം. അതും ഒരു ടൈപ്പ് ഓഫ് പ്രോഗ്രഷനാണ് എക്സസൈസിൻ്റെ. ശരി, അടുത്ത നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ലെവൽ അല്ലെങ്കിൽ മാനുബ്രിയം സ്റ്റേണൽ ലെവൽ. അവിടെ നമ്മൾ അല്പം കൂടെ ഫുള്ള് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ടിൻ്റെ പൊസിഷനിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. എന്നിട്ടേക്ക് ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ. വെരി ഗുഡ്. ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ. ഓക്കെ, റിലാക്സ്. സോ ഇതാണ് നമ്മുടെ സെഗ്മെന്റൽ ബ്രീത്തിങ് ടെക്നിക്ക്. സെഗ്മെന്റൽ ബ്രീത്തിങ് ഇതാണ്. ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എക്സസൈസസ്. എങ്ങനെയാണ് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എക്സസൈസ് പെർഫോം ചെയ്ത് നമുക്ക് നോക്കാം. അതിന് നമ്മുടെ ഒരു കൈ നമ്മുടെ വയറിൽ വയ്ക്കുക, ഒരു കൈ നമ്മുടെ ചെസ്റ്റിൽ വയ്ക്കുക. നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മുടെ അബ്ഡമൻ, നമ്മുടെ വയറ് പുറത്തേക്കാണ് പ്രൊട്ടക്ട് ചെയ്ത് വരേണ്ടത്. ശ്വാസം വിടുമ്പോൾ വയറ് അകത്തേക്ക് പോകണം. ഓക്കെ, നമുക്ക് ശ്രദ്ധിക്കാം. ഇൻഹെയിൽ ചെയ്യുമ്പോൾ കൈകൾ പുറത്തോട്ട് വരുന്നുണ്ടോ. ആൻഡ് എക്സെയിൽ ചെയ്യുമ്പോൾ വയറകത്തേക്ക്. ഗുഡ്. ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബ്രത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റിയത് കുറച്ചുകൂടി ബെറ്റർ ആണ്. അത് ചിലപ്പോൾ ബിഗിനേഴ്സിന് പറ്റില്ലായിരിക്കും. കുറച്ചൊരു വിധം ലങ് കപ്പാസിറ്റീസും വോളിയം ഒക്കെ കൂടുതലായിട്ടുള്ളവർക്ക് മാത്രമേ അത് ഒരുപാട് സമയം, അല്ലെങ്കിൽ ഒരു 5 seconds എവോ നമുക്ക് ബ്രത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അഗെയിൻ ഇൻഹെയിൽ ആൻഡ് ഹോൾഡ് 1 2 3 4 5. റിലാക്സ്. ഇൻഹെയിൽ 1 2 3 4 5 ആൻഡ് റിലാക്സ്. ഓക്കെ, കണ്ടിന്യൂ. ശരി. സോ നമ്മൾ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ടെക്നിക്കിൽ നമ്മൾ ഇൻഹലേഷൻ ചെയ്തിട്ട് ബ്രെത്ത് ഹോൾഡ് ചെയ്യുമ്പോൾ കൊലാറ്ററൽ വെന്റിലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൊലാറ്ററൽ വെന്റിലേഷൻ, അതായത് നമ്മുടെ ഇന്റർ ബ്രോങ്കിയൽ കണക്ഷൻസ് ഉണ്ട്, നമുക്ക് ഇന്റർ ആൽവിയോളർ കണക്ഷൻസ് ഉണ്ട്. സോ ഒരു ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് മാത്രമേ ഒരു ആൽവിയോയിൽ നിന്ന് മറ്റൊരു ആൽവിയോളിലേക്ക് എയർ പ്രഷർ ചെയ്ത് പോകത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് ഹോൾഡിംഗ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ബ്രീത്ത് ഇൻഹേൽ ആൻഡ് എക്സേൽ ടെക്നിക്സ്. ഇതിൻ്റെ പോലെ തന്നെ നമുക്ക് സ്നിഫ്സ് മാനുവർ, അതായത് അഡീഷണൽ എമൗണ്ട് ഓഫ് എയർ ഇൻഹേൽ ചെയ്യാനായിട്ട് സ്നിഫ്സ് മാനുവർ യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നോക്കാം. ഇൻഹെയിൽ, മാക്സിമം ഇൻഹലേഷൻ എത്തിക്കഴിഞ്ഞിട്ട് 2 to 3 sniffs of air. 1 2 3 and breathe out. മൂക്കിലൂടെ സ്നിഫ് ചെയ്യാം. ഓക്കെ, എഗെയിൻ മൂക്കിലൂടെ ബ്രീത്ത് ഇൻ, മാക്സിമം എത്തിക്കഴിഞ്ഞിട്ട് മൂക്കിലൂടെ തന്നെ 3 sniffs. 1 2 3. ഹോൾഡ് ആൻഡ് റിലാക്സ്. ഓക്കെ, റിലാക്സ്. ഇതാണ് സ്നിഫ്സ് മാനുവർ. അപ്പോൾ അതോടുകൂടി നമ്മുടെ എല്ലാ ടൈപ്പ് ഓഫ് ബ്രീത്തിങ് എക്സസൈസും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ എല്ലാ ടൈപ്പ് ഓഫ് എക്സസൈസും നിങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ പൊസിഷനിങ്, ബ്രീത്തിങ് എക്സസൈസസ് ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് നമ്മുടെ കാർഡിയോവാസ്കുലർ എൻഡുറൻസ്, അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനായിട്ടുള്ള നമ്മുടെ എയറോബിക് ടൈപ്പ് ഓഫ് എക്സസൈസസ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ വീട്ടിന് പുറത്തുള്ള സെറ്റപ്പിലാണെങ്കിൽ നമുക്ക് ബ്രിസ്ക് വാക്കിങ്ങിന് പോകാം, സ്ലൈറ്റ് ജോഗിങ്ങിന് പോകാം, സൈക്ലിങ്ങിന് പോകാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസിനൊക്കെ പോകാം. പിന്നെ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ സ്വിമ്മിങ് കാര്യങ്ങളൊക്കെ കഴിവത് അവോയ്ഡ് ചെയ്യുക. പിന്നെ പുറത്ത് ഇറങ്ങാൻ പറ്റാത്തൊരു ഇപ്പോൾ ഒരു ലോക്ക്ഡൗൺ സാഹചര്യം ആയതിനാൽ നമുക്ക് വീട്ടിനുള്ളിൽ തന്നെ കൊച്ചു ടൈപ്സ് ഓഫ് എയറോബിക് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം. അതായത് പക്ഷേ നമ്മൾ വീട്ടിനുള്ളിൽ ചെയ്യുമ്പോൾ ഒരു എയറോബിക്കിൻ്റെ ആ ഒരു ഇഫക്റ്റീവ്നെസ് കിട്ടണമെങ്കിൽ നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ട് ലോ ഡ്യൂറേഷൻ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എക്സസൈസ് ആയിരിക്കണം പ്ലാൻ ചെയ്യേണ്ടത്. അതായത് ജമ്പിങ് ജാക്സ് പോലുള്ള എക്സസൈസ്, ഹൈ നീസ്, ബർപ്പീസ്, ലഞ്ചസ്, ഇത് ടൈപ്പ് ഓഫ് എക്സസൈസസ് നമ്മൾ ക്രമേണ ഒറ്റയടിക്ക് ഒരുപാട് ചെയ്യാനുള്ള ക്രമേണ ഒരു എന്താ പറയുക സൈക്ലിക് ഇൻ്റർവൽ ടൈപ്പ് ഓഫ് ട്രെയിനിങ്, അതായത് സർക്യൂട്ട് ട്രെയിനിങ് പോലുള്ള ടൈപ്പ് ഓഫ് ഒരു ട്രെയിനിങ് നമ്മൾ വീട്ടിൽ തന്നെ ട്രെയിൻ ചെയ്താൽ കൊള്ളാം. അതുപോലെ വീട്ടിലിപ്പോൾ ട്രെഡ്മില്ലുള്ളവരാണെങ്കിൽ ട്രെഡ്മില്ലിൽ നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ട് റണ്ണിങ് ചെയ്യുന്നതൊക്കെയും വളരെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ എയറോബിക് ടൈപ്പ് ഓഫ് എക്സസൈസസിൽ പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ എയറോബിക് ടൈപ്പ് ഓഫ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രീത്തിങ്ങിൻ്റെ ഇത് കൂടും, നമുക്ക് അതിനൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കാർഡിയോ വാസ്കുലർ എൻഡുറൻസ്, കാർഡിയോ പൾമണറി എൻഡുറൻസ് ഇമ്പ്രൂവ് ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സ്റ്റഡീസസ് തന്നെ പറയുന്നത് എയറോബിക് ആക്ടിവിറ്റീസ് നമ്മൾ കോവിഡിനെ പ്രതിരോധിക്കാൻ വളരെ നല്ലൊരു ഫോം ഓഫ് എക്സസൈസ് പാറ്റേൺ എന്നാണ് സ്റ്റഡീസും പറഞ്ഞിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് അഡ്വൈസ് ചെയ്യാനുള്ളത്, ഇപ്പോൾ ഈ കോവിഡ് കാലഘട്ട സമയമാണ്, എല്ലാവരും ഭവനങ്ങളിൽ തന്നെ ആയിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ എത്രത്തോളം കരുതലെടുക്കുമ്പോൾ നമ്മളും അതുപോലെ തന്നെ സഹകരിച്ച് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വലിയ മഹാമാരി ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ, കാരണം നിപ്പ വന്നു, അതുപോലെ പ്രളയം വന്നു, അങ്ങനെ മറ്റൊരുപാട് അനർത്ഥങ്ങൾ നമുക്ക് കടന്നു വന്നു. പക്ഷെ നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നതുകൊണ്ടാണ് നമുക്ക് അതിനേക്ക് തരണം ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ കോവിഡിനെ നമ്മൾ തരണം ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ, അതിന് നമ്മൾ നേരിടുക തന്നെ ചെയ്യും. അപ്പോൾ അത് നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഒരിക്കലും
എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. അഹങ്കരിക്കാതെ, കാരണം കരുതൽ നമുക്ക് കൂടുതലായിട്ട് കരുതൽ വേണ്ട ടൈമാണ്. സോ വീട്ടിൽ ചെയ്യാനായിട്ട് അത് ഫോളോ ചെയ്യുന്ന മറ്റ് കുറച്ചൊരു ടിപ്സും കൂടി ഞാൻ പറഞ്ഞുതരാം. നന്നായിട്ട് ഫുഡ് കഴിക്കുക, നന്നായിട്ട് ഡീഹൈഡ്രേറ്റഡ്, നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പോൾ പിന്നെ അതുപോലെ വൈറ്റമിൻ ഡി കണ്ടൻ്റുള്ള ആഹാരങ്ങൾ, നമ്മുടെ വൈറ്റമിൻ സി കണ്ടൻ്റുള്ള ആഹാരങ്ങൾ, സിട്രസ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക. ഓറഞ്ച്, അതുപോലെ നാരങ്ങ വെള്ളം, അങ്ങനെ പിന്നെ നമ്മുടെ അയൺ റിച്ച് ആയിട്ടുള്ള നെല്ലിക്ക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കാം. എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ടിരിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. പിന്നെ ഈ പറഞ്ഞുള്ള മറ്റ് എക്സസൈസിൻ്റെ ടെക്നിക്സ് ഒക്കെ നിങ്ങൾ നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഗൈഡൻസോട് കൂടി തന്നെ ചെയ്യാൻ നോക്കുക. കാരണം അതൊരു പ്രൊഫഷണൽ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന പോലെ മറ്റൊരാൾ ചെയ്യിപ്പിക്കുമ്പോൾ ഒരിക്കലും വരില്ല. സോ അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക. താങ്ക് യു.